വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ഡിസംബർ മാസം 30 വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 52ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇന്ന് ഈ രാത്രിയിൽ ഓടുകൂടി നമ്മുടെ ഈ വർഷത്തെ വചന പഠന ക്ലാസ് പൂർത്തീകരിക്കപ്പെടുന്നു. ഇതെന്ന് വെച്ചാൽ ഇനി നമുക്ക് 2026 നമ്മുടെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. നാളെ എല്ലാ ചർച്ചകളിലും പ്രോഗ്രാമുകളും ഒക്കെ ഉള്ളതുകൊണ്ട് നാളെ നമുക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കുന്നതല്ല. ഈ കഴിഞ്ഞ 51 ദിവസങ്ങളിൽ നാം ചിന്തിച്ച വിഷയങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ അത് തെളിവായി വരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ പുറപ്പെടുന്ന എതിർ ക്രിസ്തു ആകുന്ന മൃഗത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. അവൻ ആരാകുന്നു, എന്താകുന്നു, എവിടെ നിന്ന് വരുന്നു, എപ്പോൾ വരുന്നു ഒക്കെയുള്ള വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിച്ചെടുക്കുവാനായിട്ട് 13ാം അധ്യായത്തിൽ നിന്ന് 13ാം അധ്യായത്തിൽ പഠനത്തിൽ നാം ചിന്തിച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ചത് രണ്ട് സാക്ഷികളോടുള്ള ബന്ധത്തിൽ സാത്താനിക മഹോപദ്രവം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്നത് ഈ രണ്ട് സാക്ഷികളുടെ പുനരുത്ഥാനവും സ്വർഗാരോപണവുമാണ്. അപ്പോൾ അതിനെ മാർമികമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് 11ാം അധ്യായം. 11ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ വായിച്ചു, നമുക്ക് മനസ്സിലായി. രണ്ട് സാക്ഷികൾ, രണ്ട് അഭിഷിക്തന്മാരാകുന്നു എന്നുള്ളത്. ദൈവം പ്രത്യേക അധികാരം കൊടുത്തിരിക്കുന്ന വരം കൊടുത്തിരിക്കുന്ന രണ്ട് സാക്ഷികൾക്ക് വരം നൽകും. അവർ രട്ടുകൊടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർക്ക് ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവ് വൃക്ഷവും രണ്ട് നിലവിളക്കുമാകുന്നു എന്നുള്ളത്. ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പിലുള്ളവരാണെന്നുള്ളത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ. അപ്പോൾ ഇത് വളരെ വ്യക്തമായി നമ്മളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മാർമികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കത്തുള്ളൂ. അത് നമ്മൾ ഒരു സാധാരണ ഒരു രീതിയിൽ വായിച്ചു പോയാൽ ഇത് രണ്ട് വ്യക്തികളാണെന്ന് തോന്നിപ്പോകും. എന്നാൽ അതിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന മർമ്മം യഥാർത്ഥമായി ഗ്രഹിച്ചെടുത്തെങ്കിൽ മാത്രമേ ഇത് രണ്ട് വ്യക്തികളല്ല, രണ്ട് സാക്ഷികളുടെ സമൂഹമാണെന്നുള്ളത് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിനോട് പല പ്രാവശ്യം നമ്മളത് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും വെളിപ്പാട് 12ാം അധ്യായം 17ാം വാക്യത്തിൽ പറയുന്നത്, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. അപ്പോൾ സാത്താൻ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? ഭൂമിയിൽ അവൻ പരാജിതനായി വന്നതിന് ശേഷം അവൻ യുദ്ധം ചെയ്യുന്നത് സ്ത്രീയോട് കോപിച്ച് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അപ്പോൾ ഈ രണ്ട് സാക്ഷികൾ കേവലം രണ്ട് മനുഷ്യരല്ല. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം, സഭ എടുക്കപ്പെട്ട ശേഷമായിട്ട് പിന്നീട് ഒരൊറ്റ വ്യക്തി മാത്രമേ ഇവിടെ അവശേഷിക്കുകയുള്ളൂ ശേഷിപ്പായിട്ട്. അതുപോലെ അതുവരെയും പഴയ നിയമത്തിൻ്റെ ഇസ്രായേലിൻ്റെ പുനരുത്ഥാനം നടന്നിട്ടില്ല, അവരെടുക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അവർ ഒരാൾ മാത്രമേ ഉള്ളൂ. ഈ സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പായിട്ട് വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ രണ്ട് സാക്ഷികൾ രണ്ട് വ്യക്തികളാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരായി അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അപ്പോൾ മഹോപദ്രവത്തിൽ ശേഷിപ്പുള്ളത് രണ്ട് സമൂഹമാണ്, രണ്ട് വ്യക്തികളല്ല എന്നുള്ളത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. പക്ഷേ ഇത് എത്ര വായിച്ചാലും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും അത് മാറ്റം ഉണ്ടാകത്തില്ല. നമ്മളത് നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിക്കും നമ്മൾ ചിന്തിക്കണം. ഇവിടെ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അപ്പോൾ അവളുടെ സന്തതിയിൽ ശേഷിപ്പുണ്ടായിരിക്കുന്ന രണ്ട് കൂട്ടരാണ് ദൈവകൽപ്പന പ്രമാണിക്കുന്ന പഴയ നിമിഷത്തന്മാരുടെ ഒരു ഗ്രൂപ്പ്, ഒരു സംഘം. യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരായിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പ്. ഈ രണ്ട് സാക്ഷികളുടെ സമൂഹമാണ് അന്ന് ശേഷിപ്പായിട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ രണ്ട് വ്യക്തികളാണെങ്കിൽ ഇത് വെച്ച് നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ സഭയുടെ ശേഷിപ്പ് ഒരാളും പഴയ നിയമത്തിൻ്റെ ശേഷിപ്പ് ഒരാളുമേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അതിനെ അങ്ങനെ രീതിയിൽ ചിന്തിക്കാതെ ഇതിനെ ആലങ്കാരികം എന്ന് പറഞ്ഞാൽ ഉപമയോടുകൂടെ സദൃശ്യമായി പെടുത്തിയിരിക്കുമ്പോൾ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നിടത്ത് ഒരു രണ്ട് സമൂഹമാണ്, രണ്ട് സാക്ഷികളാണെന്നുള്ളതിൻ്റെ തെളിവാണ് വെളിപ്പാട് 12ാം അധ്യായം 17ാമത്തെ വാക്യം. ഈ 12ാം അധ്യായം വായിക്കുകയോ പഠിക്കുകയോ സഭയുടെ എടുക്കപ്പെടുന്നതുമായിട്ട് ബന്ധമോ പഠിക്കാത്തവരാണ് ഇതെത്ര പറഞ്ഞാലും അത് മനസ്സിലാകാത്തത്. സഭ എപ്പോഴാണ് എടുക്കപ്പെടുന്നത് ചോദിച്ചാൽ അത് അവർക്കറിയത്തില്ല. അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതറിയത്തില്ല.
അന്ന് നടക്കുന്ന പുനരുത്ഥാനം എന്ന് ചോദിച്ചാൽ അതറിയത്തില്ല. അന്നേരം പറയും ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയും. അപ്പം അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവർക്ക് എത്ര വായിച്ചാലും മനസ്സിലാകത്തില്ല. എന്നാൽ ഇത് വ്യക്തമായി കാര്യങ്ങൾ ഗ്രഹിച്ച് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തെക്കുറിച്ചുള്ള കാര്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ബാക്കിയുള്ള വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ യഥാർത്ഥമായ ഒരു നേർ പഠനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദിവസങ്ങളെടുത്ത് നമ്മൾ അതിനെ പഠിപ്പിച്ചത്. ഇനി ഈ കേൾക്കുന്ന ആർക്കെങ്കിലും തുറന്ന് വായിക്കുമ്പോൾ ഒരു 2 പേരല്ലേ എന്നൊരു സംശയം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാനത് ഒന്നുകൂടി ഈ ഭാഗമെടുത്ത് ഉദ്ധരിച്ച്, ഒരു 2 പേരല്ല, 2 സാക്ഷികളുടെ സമൂഹമാണ്. അത് 2 ഒലിവുമരവും 2 നിലവിളക്കുമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ 2 ഒലിവുമരവും 2 നിലവിളക്കും ആണ് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവർ. അവരെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ വേണ്ടി ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ എന്നുള്ളത് പഴയ നിയമത്തെക്കുറിച്ചും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവർ എന്നുള്ളത് പുതിയ നിയമത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാണെന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. അപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ സന്തതിയിൽ കേവലം 2 പേർ മാത്രമാണോ ഈ സാത്താനിക മഹോത്സവത്തിൽ ശുശ്രൂഷ നടത്തുന്നത്? അങ്ങനെയല്ല എന്നതിൻ്റെ വ്യക്തതയാണ് സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം. സന്തതിയിൽ ശേഷിപ്പുള്ളവർ എന്ന് പറയുമ്പോൾ അതൊരു സമൂഹമാണ്. എന്നാൽ അവരെ പ്രതിദാനം ചെയ്യാൻ വേണ്ടി ഓരോ സാക്ഷികളായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വ്യാഖ്യാനിച്ച് നമ്മൾ എടുക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഈ ഒരു ഭാഗം മനസ്സിലായി. വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മുടെ തലയ്ക്കകത്ത് ശരിക്ക് കയറിയെങ്കിൽ മാത്രമേ വെളിപ്പാട് ദിവസം 11-ാം അധ്യായത്തിൻ്റെ 2 സാക്ഷികളെക്കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് സംശയമില്ലാതെ വരത്തുള്ളൂ. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ വായിക്കാം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിച്ചുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അപ്പോൾ സാത്താനിക മഹോത്സവം എന്ന് പറഞ്ഞത് കേവലം ഏതെങ്കിലും 2 വ്യക്തികളോടുള്ള യുദ്ധമല്ല. കർത്താവിൻ്റെ സാക്ഷ്യം, സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം പുലർത്തുന്നവരും പഴയ നിയമത്തിൻ്റെ സാക്ഷ്യം ഉള്ളവരും ലോകത്തുണ്ടായിരിക്കും. അവരോടാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി സാത്താൻ പുറപ്പെടുന്നത്. അതിനെയാണ് സാത്താനിക മഹോത്സവം എന്ന് പറയുന്നത്. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു എന്ന് പറഞ്ഞത് നമ്മൾ ചിന്തിച്ചിരുന്നു. അടിസ്ഥാനങ്ങളില്ലാതെ പണിയപ്പെടുന്ന സഭകളാണ് സാത്താന് ലാൻഡ് ചെയ്യുവാൻ ഉള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നതെന്നുള്ളതും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. അവൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്നു. ഇപ്പോഴും കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നതിനർത്ഥം ജാതികളുടെ എണ്ണം വലിയൊരു കൂട്ടമാണ്. തെറ്റായിട്ടുള്ള ഉപദേശമുള്ള അനേകർ കടൽപ്പുറത്തെ മണൽ പോലെയുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു ശേഷിപ്പ് ഉണ്ട്. അപ്പോൾ ഈ ശേഷിപ്പ് ആൺകുട്ടിയെ കാണിക്കുന്നത് ആദിജാതന്മാരുടെ സഭയാണ്. ആദിജാതന്മാരുടെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ സഭയുടെ ശേഷിപ്പ് ഭൂമിയിൽ ശേഷിച്ചിരിക്കും. അത് കേവലം ഒരു വ്യക്തിയല്ല, ഒരു സമൂഹമാണ്. അതിനകത്ത് 2 നിലവിളക്കെന്ന് പറയുന്നത് സഭയുടെ, ആഗോള സഭയുടെ ശേഷിപ്പിനെയും 2 ഒലിവുമരം എന്നുള്ളത് പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെ പ്രതിനിധീകരിക്കുകയും അതോടൊപ്പം ഇസ്രായേലിൻ്റെ 144,000-മാണ് ഈ 2 ഒലിവുമരം അവർ പ്രതിനിധീകരിക്കുന്നത്. അതിൽ എതിർ ക്രിസ്തുവുമായിട്ട് യുദ്ധം ചെയ്യുന്നത് ആ പ്രാരംഭത്തിൽ അവൻ്റെ പ്രത്യക്ഷതയുടെ സമയത്ത് ആദ്യമായി യുദ്ധം ചെയ്യുന്നത് ഈ 2 സാക്ഷിയുടെ സമൂഹത്തിൽ നിന്ന് സാക്ഷ്യം തികച്ചു നിൽക്കുന്നവരോടാണ് അവൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത്. അങ്ങനെയല്ലെങ്കിൽ ഇത് എഴുതേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 7 വാക്യങ്ങളിലേക്കാണ് നാം ഇന്നത്തെ നമ്മുടെ ശ്രദ്ധയെ നാം തിരിക്കുന്നത്. 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. ഇപ്പം ഈ 2 സമൂഹം ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. സഭയുടെ ശേഷിപ്പിൽ ഉൾപ്പെടുന്ന ഒരുപാട് കൂട്ടമുണ്ട്. അതുപോലെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും അന്നത്തെ ആ ജനതയോടുള്ള ബന്ധത്തിൽ ആരെങ്കിലും ഈ പഴയ നിയമവിശുദ്ധമായ നിലവാരത്തുള്ളവരുണ്ടെങ്കിൽ അവരോടുള്ള ബന്ധത്തിലുമുള്ളവർ ഉണ്ട്. ഒരു കൂട്ടം ആൾക്കാർ അവരും ഭൂമിയെ ശേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരോടാണ്, സാക്ഷ്യമുള്ളവരോട്, സാക്ഷ്യമില്ലാത്തവരോടല്ല, സാക്ഷ്യമുള്ളവരോടാണ് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളെ. ഇതിനകത്ത് സാക്ഷ്യം തികയ്ക്കുക എന്ന് പറഞ്ഞാൽ 1-ാമത്തെ ഒലിവുമരവും 1-ാമത്തെ നിലവിളക്കുമാണ് ഈ ആദ്യത്തെ സാക്ഷ്യം തികയ്ക്കുന്നതായിട്ട് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് മീതെയുള്ള യെരൂശലേമിനെ കുറിച്ചൊന്ന് പഠിച്ചിട്ട് എന്തൊക്കെയാണ് മീതെയുള്ള യെരൂശലേമിൽ ഇപ്പോൾ ഉള്ളത്, അത് എന്നാണ് പുനരുത്ഥാനം ചെയ്ത് അവിടുന്ന് വിശുദ്ധന്മാർ സ്വർഗ്ഗാസുഖത്തിലേക്ക് പുനരുത്ഥാനം ചെയ്തെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു
ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. അതിനെ വേഗത്തിലൊന്ന് ഓർപ്പിച്ചു പോകാം. നമുക്ക് ഇതിനോടകം അറിയാമെങ്കിലും ഒന്നുകൂടി എന്നെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ പുനരുത്ഥാനം, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനവും രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അത് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ പലർക്കും ഇല്ലാതിരിക്കൽ അവർക്കുണ്ട്. ഈ ഒന്നാമത്തെ പുനരുത്ഥാനം ആരുടേതാണെന്നുള്ള സംശയം വളരെ പ്രബലമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മൾ ചിന്തിക്കുക ആരുടെയാണ് നമ്മൾ വ്യക്തമാക്കും. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം ആരുടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടെ വേണം നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുക. നമ്മൾ എന്തെങ്കിലും അസ്യൂം ചെയ്ത് നമ്മൾ അങ്ങനെ ആയിരിക്കുമെന്ന് നിരൂപിക്കല്ല വേണ്ടിയത്. നിരൂപണമല്ല, അതിൻ്റെ യാഥാർത്ഥ്യമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് സാക്ഷികളുടെ സമൂഹം, അവരിൽ നിന്ന് സാക്ഷ്യം തികച്ചു നിൽക്കുന്നവരോട് എതിർക്രിസ്തു വന്ന് യുദ്ധം ചെയ്യുന്നു. കാരണം ഈ രണ്ട് സാക്ഷിയുടെ സമൂഹം അത് ലോകത്തിൽ ആകമാനമായിട്ടുള്ളതാണ്. അവര് ലോകത്തെ മൊത്തമായിട്ടാണ് അന്ന് ബാധിക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലാതെ യെരുശലേമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ശുശ്രൂഷയല്ല ഈ രണ്ട് സാക്ഷികളുടെ സമൂഹം ചെയ്യുന്നുള്ളത് ഇതിന് മുമ്പിലുള്ള വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ആർക്കെങ്കിലും ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവിടെ വൈദ്യുതി പുറപ്പെട്ടവരുടെ ശത്രുക്കൾ ദയിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നതിന് ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാൻ ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരം ഉണ്ട്. അപ്പോൾ ഇവർക്ക് യെരുശലേമിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല ഇവരുടെ ശുശ്രൂഷയുള്ളത്, അത് ലോകത്തിൽ ആകമാനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത്. അതല്ല എല്ലാവരുടെ യെരുശലേമും തമ്പിടിച്ച് നിൽക്കത്തില്ല. ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ മഹത്വത്തിലൂടെ ആരംഭിക്കുകയായി. അപ്പോൾ അന്നേരം അവരോട് താമസിക്കുകയുള്ളൂ. യെരുശലേമിൽ താമസിക്കും, കേരളത്തിൽ താമസിക്കും, മറ്റുള്ള രാജ്യങ്ങളോട് അവിടെ താമസിച്ചില്ല. എല്ലാവരും കൂടി അന്നേരം തന്നെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ യെരുശലേമിലോട്ട് പോവുകയൊന്നുമില്ല. സാക്ഷികൾ അവരുടേതായിട്ടുള്ള ജീവിത നിലവാരത്തിൽ എവിടെയാണോ അവരോട് നിൽക്കുമ്പോൾ ദൈവം അവർക്ക് പ്രത്യേക വരം കൊടുക്കുന്നതുകൊണ്ട് അവരെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള ദൈവകൃപ അവർക്ക് അവിടെ മേൽ പകരപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ സാക്ഷികളുടെ സമൂഹം അവർ രണ്ടു കൂട്ടരും മുഖാന്തരമായി ഭൂലോകർക്ക് പ്രശ്നമുണ്ടാകുന്നത്, ഭൂലോകത്തെ മുഴുവനും അത് ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യെരുശലേമിന്റെ മാത്രമുള്ളൊരു പ്രശ്നമല്ല ഇത്, ഭൂലോകത്തെ മുഴുവനും ബാധിക്കുന്നതുകൊണ്ടാണ് ഈ ലോകക്കാർ മുഴുവനും അവർ മരിക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ആ ഒരു നിലവാരത്തിലാണ് ഇവിടെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മീതെയുള്ള യെരുശലേമിനെ കുറിച്ച് നമുക്കറിയാം. മീതെയുള്ള യെരുശലേം ഇപ്പോൾ അവിടെ 3 മരണാനന്തര നിലകളാണുള്ളത്. അതിൽ മൂന്നാമത്തെ സ്വർഗം ആഗോള സഭയിൽ നിന്നുള്ള 7 പൊൻനിലവിളക്കുകളാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, അവരെ പ്രതികരിക്കുന്നത്. 7 പൊൻനിലവിളക്കുകൾ ആണ് ആഗോള സഭയുടെ ആദിജാതന്മാരുടെ സഭയെ വെളിപ്പെടുത്തുന്നത്. അവർ ഒരുമിച്ചാണ് പുനരുത്ഥാനം ചെയ്യുന്നത്. തികവുള്ള ആദിജാതന്മാരുടെ സഭ കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ ഒരു ആൺകുട്ടിയായിട്ട് എടുക്കപ്പെടുന്നു, അല്ലാതെ അവിടെ ഒരു പ്രത്യേക സമൂഹത്തെ കാണിച്ചില്ല. ഒരു ഒന്നായിട്ട് ഒരു ആൺകുട്ടി. അപ്പോൾ അന്നത്തെ പുനരുത്ഥാനം ഒരു ആൺകുട്ടിയായിട്ടാണ് എടുക്കപ്പെടുന്നെങ്കിൽ ആത്മവളവാനാന ക്രിസ്തു ഒരാണായിട്ടാണ് ലോകത്തെ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തിനിർത്തെങ്കിൽ അവരോട് ചേരാനുള്ള ആദിജാതന്മാരുടെ സഭയും ഒരു ആൺകുട്ടിയായിട്ടാണ് എടുക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ആൺകുട്ടിക്കകത്ത് മൂന്നാമത്തെ സ്വർഗത്തിലുള്ള സകല വിശുദ്ധന്മാരും അതുപോലെ തന്നെ ഭൂമിയിൽ അതേ നിലവാരത്തിലുള്ളവരും രൂപാന്തരം പ്രാപിച്ചവരും കൂടിയിട്ട് ഒരുമിച്ച് ഒന്നായിട്ട് എടുക്കപ്പെടുന്നതിനെയാണ് ഈ പറയുന്ന സദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ആൺകുട്ടിയെ എടുക്കത്തു എന്ന് 12-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ 1-ാം സ്വർഗത്തിലും 2-ാം സ്വർഗത്തിലുമുള്ള വിശുദ്ധന്മാർ അവിടെ ഉണ്ട്. 1-ാം സ്വർഗത്തിലുള്ളത് പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠം വായിക്കുന്ന അബ്രഹാം ഉൾപ്പെടെയുള്ളവരാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് തികവുള്ള അതുപോലെ ജീവിക്കുന്നവർ, അവരും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാക്കൾ എത്തിച്ചേരുന്നതും 1-ാമത്തെ സ്വർഗത്തിലേക്കാണ്, പർദീസിൽ 1-ാം സ്വർഗത്തിലേക്കാണ്. സഭയുടെ മണവാട്ടി സഭയുടെ തോഴിമാരാകുന്ന കന്യകമാരുടെ ഗണത്തിൽപ്പെടുന്നവർ മരണാനന്തരം ഇപ്പോൾ പ്രവേശിക്കുന്നതും 2-ാമത്തെ പർദീസിലേക്കാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ മരണാനന്തര നില എവിടെയാണ്, വിശുദ്ധന്മാർ മരിക്കുമ്പോൾ എവിടെയാണ് അവിടെ ആത്മാക്കളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്വർഗത്തിലേക്ക് പോകുന്നത് യേശുവിലൂടെ മരിച്ച
ആ വ്യക്തി ഉൾപ്പെടെ അവൻ സഭയുടെ ഭാഗമല്ല, യെരൂശലേമിന്റെ ഭാഗമല്ല. എങ്കിലും അവന് അവൻ ഇസ്രായേലാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അവൻ പഴയ നിയമ ശേഷമാണ് തുലനമുള്ളവനായതുകൊണ്ടാണ് നീ എന്നോടുകൂടെ പർദീസയിരിക്കുന്നത്. അവനെ പർദീസയിൽ കൊണ്ടുപോയപ്പോൾ ഒന്നാം സ്വർഗത്തിലാണ് വെച്ചത്. അന്ന് പഴയ നിയമത്തിന് ശേഷന്മാരായിട്ടുള്ളവരെ അവിടെ കർത്താവ് മീതിയുള്ള പാതാളത്തിന് വിടുവിച്ച് അവരെ കൊണ്ട് കയറിയേറിയപ്പോൾ അവരെ അവിടെ വയ്ക്കുവാനിടയായി തീർന്നു. അവരെപ്പോൾ അവിടെയാണ് വിശ്രമിക്കുന്നത് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. രണ്ടാമത്തെ സ്വർഗത്തിൽ ആദിമസഭയുടെ ആദിമസഭ എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ നിന്ന് കന്യകമാരുടെ നിലവാരത്തിലെത്തുന്ന വിശുദ്ധന്മാർ മരണാനന്തരം പ്രവേശിക്കുന്നത് രണ്ടാമത്തെ സ്വർഗത്തിലാകുന്നു. തികവുള്ള ആദിയാതന്മാർ സഭയിലുള്ളവർ പ്രവേശിക്കപ്പെടുന്നത് മൂന്നാമത്തെ സ്വർഗത്തിലാകുന്നു. അപ്പോൾ 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്നുള്ളത് മീതിയുടെ യെരൂശലേമിനെ കാണിക്കുന്നു. അവളുടെ സന്തതിയുടെ ശേഷിപ്പായിട്ടാണ് ബാക്കിയുള്ളവരെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന 1-ാം സ്വർഗവും 2-ാം സ്വർഗവും അവിടെ ആത്മാക്കൾ പ്രവേശിക്കും. അവിടേക്ക് ആത്മാക്കൾ പ്രവേശിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ സ്ത്രീയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗം അതോടുകൂടി അപ്രത്യക്ഷമാകുകയാണ്. 3.5 വർഷം കഴിയുമ്പോൾ പിന്നീട് മീതിയുള്ള യെരൂശലേമിനെ കുറിച്ച് കാണിക്കുന്നില്ല. പിന്നീട് 2 ഒലിവ് മരവും 2 നിലവിളക്കെന്ന് പറഞ്ഞ അവളുടെ സന്തതിയുടെ ശേഷിപ്പിലുള്ളവരെ കാണിച്ചുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുന്നത്. അപ്പോൾ 1-ാമത്തെ നിലവിളക്കും 1-ാമത്തെ ഒലിവ് മരവും അത് മീതിയുള്ള യെരൂശലേമിലുള്ള ബന്ധത്തിൽ ഉള്ളതായതുകൊണ്ടാണ് 3.5 വർഷക്കാലം അവളെ പോറ്റി പുലർത്തുന്നത്. 3.5 വർഷം കഴിയുമ്പോൾ ഈ സ്ത്രീയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. കാരണം അവളുടെ സന്ദേശ ശേഷിപ്പ് തന്നെയാണെങ്കിലും 1-ാമത്തെ പുനരുത്ഥാനത്തിൽ ഭൂമിയാണ് പ്രേതന്മാരെ പ്രസവിക്കുന്നത്. ഭൂമിയാണ് പ്രേതന്മാരെ പ്രസവിക്കുന്നത്. യെശയ്യാവിന്റെ പ്രവചനം 26-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി. 26-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കപ്പെടുന്നത്. 26-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. അതാണ് 1-ാമത്തെ പുനരുത്ഥാനം. ഭൂമിയോടുള്ള ബന്ധത്തിലുള്ള ആദ്യത്തെ പുനരുത്ഥാനമാണ് ഈ പറയുന്ന രക്തസാക്ഷികളായിട്ടുള്ള പുനരുത്ഥാനം. അതുകൊണ്ടാണ് അതിനെ 1-ാമത്തെ പുനരുത്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മീതിയുള്ള യെരൂശലേമിനുള്ള ബന്ധത്തിലുള്ള പുനരുത്ഥാനങ്ങൾ രണ്ടും മാർമികമായി അത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് ആ ഒരു നിലവാരത്തിൽ മീതിയുള്ള യെരൂശലേം സന്തതിയെ മക്കളെ പ്രസവിക്കുന്നവരുടെ ബന്ധത്തിൽ നമ്മൾ യെശയ്യാവിന്റെ പ്രവചനത്തോട് പഠിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതെന്ന് വെച്ചാൽ 12 പുനരുത്ഥാന നിലകളെ കുറിച്ചുള്ള ക്ലാസ് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കും. എന്നാൽ ഇന്ന് രാത്രി ഏകദേശം ഒരു ധാരണ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ മരിച്ചാൽ എവിടേക്കാണ് പോകുന്നത്? എവിടെയെങ്കിലും നമ്മുടെ ആത്മാവ് പോയേ പറ്റുള്ളൂ. ഇവിടെ വട്ടം കറങ്ങി നിൽക്കത്തില്ല. ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുകഴിഞ്ഞാൽ, അത് ഇവിടുന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ദൈവം ഒരുക്കിയ സ്ഥലത്തേക്ക് ആത്മാക്കൾ പോകും. അത് തർക്കമറ്റ സംഗതിയാണ്. ആരുടെയും ആത്മാവ് ഇവിടെ കിടക്കത്തില്ല. 3-ാമത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള തികവുള്ളവരാണെങ്കിൽ അവിടേക്കായിരിക്കും ആത്മാവ് എത്തിച്ചേരുന്നത്. 2-ാം സ്വർഗത്തിന് യോഗ്യതയുള്ളവരാണെങ്കിൽ 2-ാം സ്വർഗത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. 1-ാം സ്വർഗത്തിന് യോഗ്യതയുള്ള പഴയ നിയമത്തിന്റെ സാക്ഷികളുടെ ശ്രേഷ്ഠന്മാരാണെങ്കിൽ 1-ാം സ്വർഗത്തിലേക്ക് എത്തിയുള്ളൂ. അവിടെ നിരകൾ മാറി ആരും എത്തത്തില്ല. ഓരോരുത്തരും താൻ നിരയിലാണ്. ഓരോരുത്തരും താൻ്റെ നിരയിൽ അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിനറിയാം, കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഓരോരുത്തരും ഇവിടുന്ന് മാറ്റപ്പെടുമ്പോൾ അവനെ ഏത് നിരയിലേക്കാണെന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കുന്നത്. അവിടേക്കാണ് അവർ പ്രവേശിക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പിൽ 1-ാം സ്വർഗത്തിലും 2-ാം സ്വർഗത്തിലും ഉള്ളവരുണ്ട്. അതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ തെളിവ് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാത്താനിക മഹോത്സവത്തിലും മനുഷ്യൻ മരിക്കും. അപ്പോൾ ആ മരിക്കുന്നതിനകത്ത് സഭയുടെ ശേഷിപ്പിൽപ്പെട്ട കന്യകമാരുണ്ട്. അന്ന് ആദിജാതന്മാർ സഭയിൽപ്പെട്ട ആരും കാണത്തില്ല. കാരണം അവർ പുനരുത്ഥാനം രൂപാന്തരം പ്രാപിച്ചെടുക്കപ്പെട്ടു. എന്നാൽ സാത്താനിക മഹോത്സവത്തിലും എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാനത്തോളവും ഈ സഭയുടെ കന്യകമാരുടെ ഗണത്തിൽപ്പെടുന്നവരും, അഥവാ ചന്ദ്രദേശ് പ്രാപിക്കുന്ന 60 മേനി വിളയുന്നവരും പഴയ നിയമത്തിന്റെ സാക്ഷികളായിരിക്കുന്നവരും ഭൂമിയിലുണ്ട്. അപ്പോൾ അവർ മരിക്കുമ്പോൾ ഈ ഇവരുടെ പുനരുത്ഥാനം നിറവേറപ്പെടുന്നവരെ, അഥവാ ഈ 1-ാം സ്വർഗത്തിലെയും 2-ാം സ്വർഗത്തിലെയും എണ്ണം തികയപ്പെടുന്നതിനെയാണ് അവരുടെ സാക്ഷ്യം തികയ്ക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1-ാം സ്വർഗത്തിലേക്കും 2-ാം സ്വർഗത്തിലേക്കും പ്രവേശിക്കപ്പെടേണ്ടവരുടെ എണ്ണം തികയപ്പെടുന്നതിനോടുള്ള ബന്ധത്തിലാണ് അവിടെ സാക്ഷ്യം തികച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. 1-ാം സ്വർഗത്തിലെയും 2-ാം സ്വർഗത്തിലേക്കും പ്രവേശിക്കുന്നവരുടെ എണ്ണം അത് തികയപ്പെടുമ്പോഴാണ് അവിടെ പുനരുത്ഥാനം നടക്കുന്നത്. അതേക്കുറിച്ചാണ് ഇവിടെ മർമ്മമായിട്ട് 11-ാം അധ്യായം 7 മുതലുള്ള 13 വരെ 12 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 1-ാം സ്വർഗത്തിലുള്ളവരും
രണ്ടാം സ്വർഗത്തിലുള്ളവരും പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് മേഘത്തിൽ എടുക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ മാർമികമായിട്ടുള്ള രഹസ്യാത്മകതയുള്ള ഒരു പുനരുത്ഥാനത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വേഗത്തിൽ വായിച്ചാൽ ആർക്കും മനസ്സിലാകത്തില്ല. എന്നാൽ അതിൻ്റെ കാഴ്ചപ്പാടിലൂടെ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എങ്ങനെ പറയും? സഭ എടുക്കപ്പെട്ടു, അന്ന് പഴയ വിശുദ്ധന്മാർ ആരും തന്നെ എടുക്കപ്പെടുന്നില്ല. അത് വാസ്തവമുള്ള കാര്യം. പിന്നെ അവർ എന്നാണ് എടുക്കപ്പെടുന്നത്? ഒടുക്കത്തെ നാളിലാണോ? അതോ ഒന്നാമത്തെ പുനരുത്ഥാനത്തിലാണോ എടുക്കപ്പെടുന്നത്? അല്ലല്ലോ. അപ്പോൾ ഇവര് പുനരുത്ഥാനം ചെയ്യപ്പെടണമല്ലോ. അപ്പോൾ സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേരേണ്ട സകല വിശുദ്ധന്മാരും എത്തിച്ചേർന്ന ശേഷമേ കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുകയുള്ളൂ. അപ്പം അതിന് ഉള്ള ആൾക്കാരോട് എത്തിച്ചേരണം. അത് മാർമികമായിട്ട് ഇപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരമാണെന്ന് കണ്ടെത്തുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാൻ, ചോദ്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്തിയെങ്കിൽ മാത്രമായിരിക്കും ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും സംശയമില്ലാത്ത കാര്യമാണ്, പഴയ വിശുദ്ധന്മാർ ആരും തന്നെ പുതിയ നിയമസഭയുടെ അംഗങ്ങളായി തീരത്തില്ല. അപ്പോൾ പുതിയ നിയമസഭയുടെ അംഗങ്ങളായി തീരുന്നില്ലെങ്കിൽ, മണവാട്ടി സഭയുടെ അംഗങ്ങളായി തീരുന്നില്ലെങ്കിൽ ഈ കർത്താവിൻ്റെ വരവുങ്കൽ നടക്കുന്ന പുനരുത്ഥാന രൂപാന്തരത്തിൽ അവർ പുനരുത്ഥാനം ചെയ്യപ്പെടുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നാണ് പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാർ പുനരുത്ഥാനം ചെയ്യുന്നത്? എന്നാണ് സഭയുടെ കന്യകമാരായിട്ടുള്ളവർ പുനരുത്ഥാനം ചെയ്യപ്പെടുന്നത്? അപ്പോൾ സഭയുടെ തികവുള്ള ഒരു മാത്രമാണ് മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ കർത്താവിൻ്റെ മധ്യാശ്വരങ്ങൾ എടുക്കപ്പെടുന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ എന്നായിരിക്കും എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കണമല്ലോ. അപ്പോൾ സഭ എടുക്കപ്പെടുന്നത് പുനരുത്ഥാനം എന്നുള്ളത് ഒന്നാമത്തെ പുനരുത്ഥാനം അല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സഭയുടെ പുനരുത്ഥാനം, മണവാട്ടി സഭയുടെ പുനരുത്ഥാനം അല്ല ഒന്നാമത്തെ പുനരുത്ഥാനം എന്നുള്ളത് ഞാൻ ഇന്നലെ വായിച്ച് കേൾപ്പിച്ചിരുന്നു. പക്ഷെ ഒന്നുകൂടി കടുംപിടുത്തം പിടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. കാരണം ചിലർ എത്ര പറഞ്ഞാലും അവരതിനെ അംഗീകരിക്കത്തില്ല, അവരതിനെ വിട്ടുകളയത്തില്ല. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇതിനകത്തെ ശ്രദ്ധിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒന്നാമത്തെ പുനരുത്ഥാനം അല്ല മണവാട്ടി സഭയുടെ പുനരുത്ഥാനം എന്നുള്ളതും 12-ാം അധ്യായത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന ആൺകുട്ടിയെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെട്ടു എന്നുള്ളതാണ് വചനപരമായിട്ട് സത്യമുള്ളതും വെളിപ്പെടുത്തുവാൻ വേണ്ടി ഒന്നാമത്തെ പുനരുത്ഥാനം എന്താണെന്ന് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന വാക്യങ്ങൾ വായിച്ചുകൊണ്ട് അതിനൊരു ഉത്തരം നൽകുമ്പോൾ കുറച്ചൊക്കെയെങ്കിലും സംശയം ഒന്ന് മാറിപ്പോകും. അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഇന്നലെയും പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നുകൂടി ഞാനത് വേഗത്തിൽ വായിക്കാം. 20-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരവും കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും. ഇവിടെ ന്യായാസനങ്ങൾ എന്നുള്ളത് 24 മൂപ്പന്മാരിരിക്കുന്ന ന്യായാസനങ്ങളാണ്. അവർ ക്രിസ്തുവിനോട് കൂടിയുള്ള അധികാരം കൊടുക്കുന്നതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനോട് കൂടി അധികാരം പ്രാപിക്കാനുള്ള ഒരു ന്യായാസനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മണവാട്ടി സഭ എടുക്കപ്പെട്ടു, അല്ലെങ്കിൽ പിന്നെ അവരുടെ പുനരുത്ഥാനം നടന്നില്ലെങ്കിൽ അവരെങ്ങനെ അവിടെ എത്തിയത്? പിന്നെ തുറന്നു വയ്ക്കുന്നത്, യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ ആരും 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഇവിടെ പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് വാഴുവാനല്ല ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. അവൻ രാജാവാകുമ്പോൾ മണവാട്ടി സഭ രാജ്ഞിയാണ്. എന്നാൽ ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കെടുക്കുന്നവർ അവർ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു. പക്ഷെ അവരുടെ പദവി എന്താണെന്നറിയാമോ? ക്രിസ്തുവിനും പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന നിലവാരത്തിലാണ് അവിടെ അധികാരം. എന്നാൽ മഹാരാജാവായിരിക്കുന്ന കുഞ്ഞാടിൻ്റെ മണവാട്ടിയാണ്, രാജ്ഞിയാണ് നമുക്ക് മണവാട്ടി സഭയെക്കുറിച്ച് പറയുമ്പോൾ കാണുന്നത്. പിന്നെ ഇവിടെ ഇതാരാണെന്നുള്ളത് വളരെ വ്യക്തപ്പെട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും എന്ന് പറഞ്ഞാൽ സുവിശേഷ നിമിത്തവും ദൈവകൽപ്പന പ്രമാണിക്കുന്ന പഴയ നിയമത്തിൻ്റെത് എതിർക്രിസ്ത്യൻ ഭരണത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി ഒന്നാമത്തെ പുനരുത്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്ന 2 പുനരുത്ഥാനങ്ങൾ മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എതിർക്രിസ്തു സമയത്തെ പുനരുത്ഥാനത്തെ എടുത്ത് പഠിപ്പിക്കുന്നത്, ഒന്നുകൂടെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇവിടെ ഇത് നടക്കുന്ന പുനരുത്ഥാനം വ്യക്തമാക്കുന്നത് യേശുവിൻ്റെ സാക്ഷ്യവും
ദൈവ നിമിത്തവും തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ശ്രദ്ധിയും. ഇത് ആരാണെന്നുള്ളത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് ആരാണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് 6-ാം അധ്യായം 1 മുതൽ അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, അഥവാ യെഹൂദക്രിസ്തുവിന്റെ ഭരണത്തിന്റെ സമയത്താണ് നടക്കുന്നത്. മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്നവർ ഉറക്കം നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തർക്കും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് വെള്ളപ്പാടുണ്ടായി. അപ്പോൾ യാഗപീഠത്തിന് കീഴിലുള്ള മരണാന്തരയിൽ അവരുടെ ആത്മാക്കൾ ആരാണ്? ദൈവ നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും. അതേതാണ് സാക്ഷ്യം? സുവിശേഷത്തിന്റെ സാക്ഷ്യം. അങ്ങനെ തലയറക്കപ്പെട്ടവരുടെ ആത്മാക്കളെയാണ് യാഗപീഠത്തിന് കണ്ടത്. അത് തന്നെയല്ലേ 20-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും അതിന്റെ വിറ്റവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ. അപ്പോൾ യെഹൂദക്രിസ്തുവിന്റെ സമയത്ത് തല ഛേദിക്കപ്പെടുന്നവരുടെ ആത്മാക്കളെയാണ് യാഗപീഠത്തിൻ കീഴിൽ കാണുന്നതെന്നുള്ളതും. അപ്പൊ യാഗപീഠത്തിൻ കീഴിൽ കാണുന്ന ആത്മാക്കൾ അവരിൽ 2 കൂട്ടരുണ്ടെന്നുള്ളതും, അത് സഹോദരന്മാരും സഹഭൃത്യന്മാരുമായിട്ട്. സഹഭൃത്യന്മാർ എന്ന് പറയുന്നത് ദൈവവചനമാണ്, ദൈവ കൽപ്പന പ്രമാണിക്കുന്ന 2ാമത്തെ ഒലിവുമരമാണ് പ്രതിദാനം ചെയ്യുന്നത്. അതിൽ സഹോദര പദവിയിലുള്ളവർ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് മണവാട്ടി സഭയുടെ തോഴിമാരാകുന്ന കന്യകമാരുള്ള ബന്ധത്തിലുള്ള ആ പദവിയിലെത്തുന്നവരാണ് 2ാമത്തെ നിലവിളക്ക്. അപ്പോൾ ഇവിടെ സഹഭൃത്യന്മാരും സഹോദരന്മാരും വളരെ വ്യക്തമല്ലേ? 2 സാക്ഷികളോടുള്ള ബന്ധത്തിൽ പഴയ നമുക്ക് സാത്താനിക മഹോത്സവത്തിൽ കാണുന്നത് അവര് പ്രത്യേകമായിട്ടുള്ള വരം ലഭിച്ചവർ അന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ 1760 ദിവസം അവര് പ്രവചിച്ച് അവരുടേതായ ശുശ്രൂഷ ചെയ്യുമ്പോൾ യെഹൂദക്രിസ്തുവിന്റെ ഭരണത്തിൽ ഈ സന്തതിയിൽ ശേഷിപ്പെടുന്നവരെ 2ാമത്തെ ഒലിവുമരം കാണിക്കുന്നത് സഹഭൃത്യന്മാരുടെ ബന്ധത്തിൽ, അത് പഴയ നിയമത്തോടെ ബന്ധത്തിൽ ഭൃത്യന്മാരുമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ 60 മേനിക്കാർ സഹോദര പദവിയിലുള്ളവരാണ്. എന്നാൽ പുത്രത്വം പ്രാപിക്കുന്നവരാണ് മണവാട്ടി സഭയുടെ അംഗങ്ങളായിട്ടുള്ളവർ. അപ്പൊ മണവാട്ടി സഭ പുത്രത്വം പ്രാപിക്കുന്നവരാണ്. സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദിയാതന്മാരുടെ സഭ. 2 നിലവിളക്കിൽപ്പെടുന്നവർ സഹോദര പദവിയിലുള്ളവരാണ്. 2 ഒലിവുമരത്തിൽപ്പെടുന്നവർ ഏതാ? 6-ാം അധ്യായം 9-ാം വാക്യം പറയുന്ന അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. ഈ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ എന്തിനാണ് അറുക്കപ്പെട്ടെന്നുള്ളത് 20-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സാക്ഷ്യം യേശുവിന്റെ സാക്ഷ്യമാണ്. ദൈവവചനം, അത് ദൈവകൽപ്പനക്ക് പ്രമാണിക്കുന്ന വചനത്തോടുള്ള ബന്ധമുള്ളവരെ കാണിക്കുന്നു. നിമിത്തവും തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും. അപ്പൊ അത് യെഹൂദക്രിസ്തുവിന്റെ സമയത്താണ് നെറ്റിയിലും കൈമേലും ഒക്കെ മുദ്ര ഏൽപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരെ ഏൽക്കാതിരിക്കുന്നവരെയാണ് കൊന്നുകളയുന്നത് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായി കാണുന്നു. അപ്പോൾ യേശുവിന്റെ സാക്ഷ്യവും ദൈവ നിമിത്തം തല ഛേദിക്കപ്പെട്ടു പറയുമ്പോൾ യെഹൂദക്രിസ്തുവിന്റെ ഭരണത്തിലുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും എന്ന നിലവാരത്തിലാണ് കാണുന്നത്. അപ്പോൾ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് ശേഷം സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ള ദൈവദേശം പ്രാപിക്കുന്നവരെ സഹഭൃത്യന്മാരും സഹോദരന്മാരും എന്നുള്ള പദവിയാണ് ഉള്ളത്. അതിൽ സഹഭൃത്യന്മാരുള്ള ബന്ധത്തിൽ ഉള്ളതാണ് 2 ഒലിവുമരം. സഹോദരന്മാരുടെ പദവിയിലുള്ളതാണ് 2 നിലവിളക്ക്. ആഗോള സഭയുടെ തികവിനുള്ള ബന്ധത്തിൽ 7 പൊൻനിലവിളക്ക് കാണിക്കുന്നത് പുത്രത്വം പ്രാപിക്കുന്ന ദൈവസഭയെ കാണിക്കുന്നു. അപ്പോൾ പുത്രത്വം പ്രാപിക്കുന്ന ദൈവസഭ 7 പൊൻനിലവിളക്കുകൾ. സഹഭൃത്യന്മാരുടെ നിലവാരത്തിലുള്ളവര് 2 ഒലിവുമരം. സഹോദരന്മാരുടെ പദവിയിലുള്ളത് ക്രിസ്തുവിന്റെ സുവിശേഷം സഹോദര പദവിയാണ്. അതിനോട് ബന്ധത്തിലുള്ളവർക്ക് 2 വിളക്കുകൾ
അവരെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഇതൊന്നും വായിക്കാതെ ഇത് വായിച്ചിട്ട് അങ്ങ് ഇഷ്ടമുള്ളതുപോലെ പറഞ്ഞങ്ങ് പോയാൽ ശരിയാകത്തില്ല. അപ്പൊ വചനത്തിൽ കിടക്കുന്നതിനെ നമ്മളും പോയി കണ്ടെത്തണം. ഈ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് യാഗപീഠത്തിന് കീഴിൽ കണ്ടു. അപ്പൊ ഇത് മീതെയുള്ള യെരൂശലേമിലല്ല ഇവരെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് 3.5 വർഷം കഴിയുമ്പോൾ സാധാരണ വിഭാഗത്തിലും കഴിയുന്നതോടുകൂടി പിന്നീട് സ്ത്രീയെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത്. ബൈബിളിൻ്റെ അകത്തെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് വ്യാഖ്യാനിച്ചെടുക്കുന്നതിൻ്റെ അകത്തുള്ള നമുക്ക് വന്ന പാകപ്പിഴവിലാണ് വ്യത്യാസം. പിന്നെ ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെക്കാത്തതിന്റെ കാരണം ഞാൻ പണ്ട് പറഞ്ഞല്ലോ, മനസ്സിലാകേണ്ടവർ മാത്രം മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് വലിയ സങ്കീർണതയില്ല. കാര്യങ്ങൾ അതിൻ്റെതായ നിലവാരത്തിൽ മനസ്സിലാക്കി പോകാമെങ്കിൽ ഗ്രഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ എവിടെയെങ്കിലും സ്ലിപ്പായി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തുമില്ല. അതാണ് പ്രത്യേകത. ഇതാണ് നമുക്കറിയാം. ഇത് റൂട്ട് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ എവിടെയെങ്കിലും നമ്മുടെ ഒരു മാറിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് എന്താണ് 7 ആഗോള പൊൻനിലവിളക്കുകൾ കാണിക്കുന്നത്, എന്താണ് 2 നിലവിളക്ക് കാണിക്കുന്നത്, എന്താണ് 2 ഒലിവുമരം കാണിക്കുന്നുള്ളത് മനസ്സിൽ പതിഞ്ഞാൽ മതി. ഇപ്പോൾ 7 പൊൻനിലവിളക്ക് കാണിക്കുന്നത് അത് പുത്രത്വം പ്രാപിക്കുന്ന ആദിജാതന്മാരുടെ സഭയാണെന്നുള്ളത് മനസ്സിൽ വെക്കുക. 2 നിലവിളക്ക് കാണിക്കുന്നത് സഹോദര പദവിയിലുള്ളവരെയാണ് കാണിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. 2 ഒലിവൃക്ഷം കാണിക്കുന്നത് സഹവർത്യന്മാരുടെ നിലവാരത്തിലുള്ളവരാണെന്നുള്ളതും പഴയ നിയമത്തിന്റെ സാക്ഷികളാണെന്നും. അപ്പം പഴയ നിയമത്തിന്റെ സാക്ഷികളുടെ ബന്ധത്തിൽ അവർ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ സഹവർത്യന്മാരും, സഭയോടുള്ള ബന്ധത്തിലെ ശേഷിപ്പിലുള്ളവർ സഹോദര പദവിയിലുള്ളവരും, തികവുള്ള ദൈവസഭയുടെ ബന്ധത്തിലുള്ളവർ അത് പുത്രത്വം പ്രാപിക്കുന്നവരുമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ സംശയങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനം അത് മണവാട്ടി സഭയുടെ പുനരുത്ഥാനം അല്ല, അത് തലഛേദിക്കപ്പെടുന്നവരുടെ പുനരുത്ഥാനമാണ്. എന്നാണ് ആ പുനരുത്ഥാനം നടക്കുന്നത്? കർത്താവിന്റെ സേനാ ദിവസത്തിലാണ്. 110-ാം സംഘത്തിൽ 3-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, യുവാക്കളായ മഞ്ഞ് നിനക്ക് വൃക്ഷത്തിന്റെ ഉദരത്തുനിന്ന് വരുന്നു. യെശയ്യാ 26-ാം അധ്യായം 19-ാം വാക്യം എടുത്ത് പഠിക്കുമ്പോൾ അത് മനസ്സിലാകും. അതേക്കുറിച്ചുള്ള പഠനം ഈ ഒന്നാമത്തെ പുനരുത്ഥാന ബന്ധത്തിൽ പഠിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ ഞാനിത് പറഞ്ഞത് ഒന്നാമത്തെ പുനരുത്ഥാനം അത് മണവാട്ടി സഭയുടെ പുനരുത്ഥാനമല്ല. മണവാട്ടി സഭ സാത്താനിക മഹോദ്ഭവത്തിലൂടെയോ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിലൂടെയോ കടന്നു പോകത്തില്ല എന്നതിന്റെ വ്യക്തത മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനം ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഇവിടെ വെളിപ്പെടുത്താതിരിക്കുന്നത് ആദിജാതന്മാരുടെ സഭയുടെ പുനരുത്ഥാനവും അതുപോലെ തന്നെ 2 സാക്ഷികളുടെ ബന്ധത്തിൽ എതിർ ക്രിസ്തുവിന്റെ സാത്താനിക മഹോദ്ഭവത്തിൽ കൊല്ലപ്പെടുന്നവരായിട്ടുള്ളവരുടെ അന്ന് പ്രത്യക്ഷപ്പെടുമ്പോഴുള്ള പുനരുത്ഥാനമാണ് മർമ്മമായിട്ട് വെളിപ്പെടുത്തിയത്. ഇനിയിപ്പോൾ ആരും ദൈവത്തെ ഓർത്ത് ഒന്നാമത്തെ പുനരുത്ഥാനം മണവാട്ടി സഭയുടെ പുനരുത്ഥാനമാണ് എന്ന് പറയരുത്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. അത് ദയവായിട്ട് ഈ വചനം വായിച്ച് മനസ്സിലാക്കുമ്പോൾ വെളിപ്പാട് 6-ാം അധ്യായം അതിൻ്റെ 9-ഉം 11-ഉം വാക്യം വായിച്ചിട്ട് വെളിപ്പാട് 20-ാം അധ്യായം 4-ാമത്തെ വാക്യം കൂടെ വായിച്ച് ഒരുമിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ അത് ബുദ്ധിക്ക് തെളിവായി മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മണവാട്ടി സഭയുടെ പുനരുത്ഥാനമല്ല. ഇവര് 1000 ആണ്ട് ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി 1000 ആണ്ട് വാഴുന്നവരാണ്. നമ്മൾ പുരോഹിത ശുശ്രൂഷ ചെയ്യാനുള്ളവരല്ല. നമ്മൾ കർത്താവിനോടുകൂടെ സിംഹാസനത്തിൽ അവൻ്റെ മണവാട്ടിയുടെ പദവി അലങ്കരിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ഇത് വ്യക്തമായി എങ്കിൽ ഈ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 2 സാക്ഷ്യം തേച്ച് നിൽക്കുന്ന 2 സാക്ഷിയുടെ പുനരുത്ഥാനം എന്നുള്ളത് 1-ാം സ്വർഗത്തിലെയും 2-ാം സ്വർഗത്തിലും വിശ്രമിക്കുന്ന വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം ആണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇത് മണവാട്ടി സഭയുടെ പുനരുത്ഥാനമാണ്. 12-ാം അധ്യായത്തിലെ സ്ത്രീ ആൺകുട്ടിയെ പ്രസവിച്ചു, ആ ആൺകുട്ടി പെട്ടെന്ന് സ്വർഗീയ സിംഹാസനത്തിൽ എടുക്കപ്പെട്ടു എന്നുള്ളത്, ആകാശ മേഘങ്ങൾ എടുക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമാക്കുന്നത് ആ മണവാട്ടി സഭയുടെ പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയുമാണ് വെളിപ്പെടുത്തുന്നുള്ളത് നമ്മളത് മനസ്സിലാക്കി. അപ്പോൾ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് മീതെയുള്ള യെരൂശലേമിൽ വിശ്രമിക്കുന്ന 1-ാം സ്വർഗത്തിലെയും 2-ാം സ്വർഗത്തിലെയും വിശുദ്ധന്മാർ മണവാട്ടി സഭയുടെ പുനരുത്ഥാനത്തിന് ശേഷം രൂപാന്തരത്തിൽ സ്വർഗത്തിൽ എടുക്കപ്പെട്ട ശേഷം 3.5 വർഷം കഴിയുമ്പോഴാണ് അവര് അവിടെ നിന്ന് പുനരുത്ഥാനവും പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗാരോഹണം ചെയ്യുന്നത്. അതിൻ്റെ വ്യക്തതയാണ് ഈ പറയുന്ന 7 മുതലുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം
അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അതുവരെയും ആർക്കും അവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ലായിരുന്നു. കാരണം അവിടെ വായിൽ നിന്ന് പുറപ്പെടുന്ന തീയും അവർ പറയുമ്പോൾ എന്ത് ബാധയും വരുത്താനുള്ള അധികാരമുള്ളത് കൊണ്ട് പേടി സ്വപ്നങ്ങളായിരുന്നു അവർക്ക്. മറ്റാർക്കും അടുക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ആ അധികാരത്തിൻ്റെ ശുശ്രൂഷ അധികാരം ദൈവം അവസാനിപ്പിച്ച് കഴിയുമ്പോൾ ഇവരെ കൊന്നുകളയുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കുവാൻ വളരെ എളുപ്പത്തിൽ സാത്താന് കഴിയുന്നു. അന്ന് എതിർ ക്രിസ്തുവിനെ അവൻ പ്രത്യക്ഷപ്പെടുത്തി അവരെ പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവിടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സൊദോമെന്നും മിസ്രൈമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ഇവിടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സൊദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ഇതിപ്പോൾ ഒരു സമൂഹമാണ്. അത് അവരെ രണ്ട് സാക്ഷികളുടെ ബന്ധത്തിൽ അവരെ കൊന്നുകളയുമ്പോൾ ഇവരുടെ ശവം അവിടെ കിടക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും കർത്താവ് ക്രൂശിക്കപ്പെട്ടതുള്ള ബന്ധത്തിൽ അവിടെയാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഈ യെരൂശലേമാകുന്ന മഹാനഗരത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കർത്താവ് ക്രൂശിക്കപ്പെട്ടതും സൊദോം ആത്മീകമായി സൊദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവിടെ ശവം കിടക്കും. ഇതിന്റെ 15 ആദ്യ വാക്യം വായിക്കുമ്പോൾ ആലയത്തെയും ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നതിന് ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാന്ന്. ഇപ്പം ജാതികൾ പ്രാകാരത്തിൽ ചവിട്ടി. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ ഭരണമാകുമ്പോഴത്തേക്ക് പിന്നീട് അളക്കാൻ തക്കതായിട്ടൊന്നുമില്ലാത്ത വിധത്തിൽ മുഴുവനും അധപ്പതിക്കുന്ന 3.5 വർഷം കൊണ്ട് യെരൂശലേമിന്റെ സ്ഥിതി നമ്മൾ നോക്കിയാൽ ആത്മീകമായിട്ടത് സൊദോമിന് തുല്യമായിരിക്കും. അത്രമാത്രം മ്ലേച്ഛത പെരുകുവാൻ ഇടയായിത്തീരും. അവരുടെ സാമൂഹിക പശ്ചാത്തലം നോക്കുമ്പോൾ അത് സൊദോമിക പാപത്തോട് തുല്യപ്പെടുന്ന രീതിയിൽ യെരൂശലേം നഗരം മാറും. യേശുക്രിസ്തു പാപത്തിന്റെ പരിഹാരമായി മരിച്ച അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യെരൂശലേം മഹാനഗരം അത് മ്ലേച്ഛതയുടെ സ്ഥലമായി മാറ്റപ്പെടും എന്നാണ് യേശുക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കുന്ന സമയത്ത്. അതിനോടുള്ള ബന്ധത്തിലാണ് ഇതിനെ ഈ സൊദോം എന്ന് പറഞ്ഞിരിക്കുന്നത്. മിസ്രൈം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ ഭരണപരമായി മിസ്രൈമിനോടുള്ള മിസ്രൈമിന്റെ പ്രത്യേകത അവര് ശക്തന്മാരാണ്. അവരും വളരെയധികം ക്രൂരത പ്രവർത്തിക്കുന്നത്. മിസ്രൈം ഇസ്രായേൽ അടിമകളാക്കി കൊണ്ടുപോയവരാണ് മിസ്രൈം. അപ്പോൾ ഇസ്രായേലിനുള്ള ബന്ധം പറയുമ്പോൾ അടിമത്തത്തിലായി പോയി. അവര് യെരൂശലേം നഗരം ഭരണപരമായിട്ട് എതിർ ക്രിസ്തുവിന് അടിമപ്പെടുന്നു. ആത്മീയമായിട്ട് സോദോമിക അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സൊദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ഇത് യെരൂശലേമിൽ വീതിയിൽ ഈ ശവങ്ങൾ കിടക്കുന്നതാണ്. ഇതൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അന്ന് സാക്ഷ്യം തികച്ചു നിൽക്കുന്നവരോട് പടവെട്ടി അവരെ കൊന്നുകളയാൻ വേണ്ടി വരുമ്പോൾ അത് ലോകത്തിൽ അന്ന് ആകമാനമായിട്ടുള്ള ഒരു സാക്ഷിയുടെ സമൂഹത്തെയാണ് അന്ന് കൊന്നുകളയുന്നത് എന്നുള്ളതും അവരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് സാക്ഷികളുടെ ബന്ധത്തിൽ യെരൂശലേമിന്റെ വീതിയിൽ കിടക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ന പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവിടെ ശവം കിടക്കും. സകല വംശക്കാരും അവരുടെ ശവം 3.5 ദിവസം, സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവിടെ ശവം 3.5 ദിവസം കാണും. അവിടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. അപ്പോൾ ഭൂവാസികൾ മുഴുവനും ആനന്ദിക്കത്തക്കവണ്ണം, അതിൻ്റെ അർത്ഥം യെരൂശലേമിൽ മാത്രം നടന്ന ഒരു ശുശ്രൂഷയായിരുന്നില്ല ഇവർ ചെയ്തിരുന്നത്. ഭൂലോകത്തിൽ ആകമാനമായിട്ടുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു ഈ രണ്ട് സാക്ഷിയുടെ സമൂഹം. അവരുടെ ശുശ്രൂഷ മുഖാന്തരമായി അവർക്ക് മ്ലേച്ഛതയിലേക്ക് പാപത്തിലേക്ക് കൂപ്പുകുത്തുന്ന ആ കാലഘട്ടത്തിൽ അതിന് വിഘാതമായി നിന്നിരുന്നത് ഈ പ്രത്യേക വരം ലഭിച്ചിരിക്കുന്ന രണ്ട് സാക്ഷികളായിരുന്നു. അപ്പോൾ അവരോടുള്ള ബന്ധത്തിൽ സാക്ഷ്യം തികച്ചു നിൽക്കുന്നവരന്ന് കൊല്ലപ്പെടുവാൻ ഇടയായിരുന്നു. ഭൂമിയിൽ അന്ന് ജീവനോടിരിക്കുന്നവർ ആരെല്ലാം സാക്ഷ്യം തികച്ചിട്ടുണ്ടോ അവരെല്ലാം അന്ന് കൊല്ലപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഇവരിൽ യെരൂശലേമിൽ വെച്ച് കൊല്ലപ്പെടുന്നവരുടെ ശരീരം അവിടെ കിടക്കുമ്പോൾ അവരുടെ ശരീരം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരുടെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സമ്മാനം കൊടുത്ത് ആനന്ദിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെ കൊന്നിട്ടു, ഇവരുടെ ആത്മാവ് അവിടെ കിടപ്പില്ല. ഇവിടെ ആത്മാവ് എവിടേക്കാണ് പോയത്?
ഈ സാക്ഷിയുടെ സമൂഹത്തിൽ സാക്ഷ്യം തേച്ചു നിൽക്കുന്നവരെ കൊല്ലുമ്പോൾ ആ നിമിഷം തന്നെ അവിടെ ആത്മാവ് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ അവരിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്ന ആത്മാവിനെ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഒന്നാമത്തെ നിലവിളികളൊക്കെയുള്ള ബന്ധത്തിലുള്ള അവരുടെ ആത്മാക്കൾ പരദീസ രണ്ടാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടും. ഒന്നാം നിലവിളക്കിനോടുള്ള ബന്ധത്തിൽ സാക്ഷ്യം പുലർത്തുന്നവരുടെ ആത്മാക്കൾ അവർ കൊല്ലപ്പെടുമ്പോൾ ഒന്നാമത്തെ സ്വർഗത്തിലേക്കാണ് പ്രവേശിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ശരീരം ഇവിടെ കിടക്കും, പക്ഷെ അവിടെ ആത്മാക്കൾ എവിടേക്ക് എത്തി? അതാണ് വളരെ പ്രത്യേകമായി ചിന്തിക്കേണ്ടത്. അത് മനസ്സിലാക്കാതെ ഈ രണ്ട് സാക്ഷികൾ അവർ എഴുന്നേറ്റ് നിന്നു, മോശ ഏലിയാവാണെന്നൊക്കെ പഠിപ്പിക്കരുത്. ഇവിടെ രണ്ടുപേരും പ്രദാനം ചെയ്യുമ്പോൾ ഈ രണ്ട് സാക്ഷികൾ മരിച്ചവിടെ കിടക്കുമ്പോൾ അവിടെ ആത്മാക്കൾ എവിടേക്കാണ് പ്രവേശിക്കപ്പെട്ടത്? അവിടെ ആത്മാക്കൾ പ്രവേശിക്കപ്പെട്ടത് ഒന്നാമത്തെ ഒലിവുമരം പ്രദാനം ചെയ്യുന്ന പഴയ നിയമത്തിന്റെ വിശുദ്ധന്മാർ ആ സമയങ്ങളിൽ അവിടെ ആത്മാവ് എവിടെയാണോ വിശ്രമിക്കുന്നത് അവിടേക്കാണ് പ്രവേശിക്കപ്പെടുന്നത്. പരദീസയിലെ ഒന്നാം സ്വർഗത്തിലേക്കാണ്. അപ്പോൾ സഭയുടെ ശേഷിപ്പിലുള്ളവര്, അവർ കന്യകമാരുടെ നിലവാരത്തിലുള്ളവര്, അവര് രണ്ടാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടാനുള്ളവരുടെ ആത്മാക്കൾ അന്ന് അവിടേക്ക് പ്രവേശിക്കപ്പെടും. ഈ എതിർ ക്രിസ്തു വന്ന് ഇവരെ കൊന്നുകളയുന്നതോട് കൂടിയാണ് ഒന്നാം സ്വർഗവും രണ്ടാം സ്വർഗവും ആത്മാക്കളെ കൊണ്ട് നിറയുന്നത്. ഒന്നാം സ്വർഗവും രണ്ടാം സ്വർഗവും ആത്മാക്കളെ കൊണ്ട് നിറയുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അന്ന് സാക്ഷ്യം തികച്ചു നിൽക്കുന്നവരെ സാത്താൻ കൊന്നുകളയുമ്പോൾ അവരുടെ ആത്മാക്കൾ മരണാനന്തര നിരയാകുന്ന ഒന്നാം സ്വർഗത്തിലേക്ക് പഴയ നിയമത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന ഒന്നാമത്തെ ഒലിവുമരക്കാർ ഒന്നാമത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ അത് നിറയപ്പെടും. ഒന്നാമത്തെ നിലവിളക്കിൽപ്പെടുന്നവർ അവരുടെ സാക്ഷ്യം തികച്ച് അവർ കൊല്ലപ്പെടുമ്പോൾ രണ്ടാമത്തെ സ്വർഗവും നിറയപ്പെടും. അപ്പോൾ ഒന്നാമത്തെ സ്വർഗവും രണ്ടാമത്തെ സ്വർഗവും നിറയപ്പെടും. ഒന്നാം സ്വർഗത്തിലെ ആത്മാക്കളുടെ എണ്ണവും രണ്ടാം സ്വർഗത്തിലെ ആത്മാക്കളുടെ എണ്ണവും തികയപ്പെടുന്നത് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് അന്ന് സാക്ഷ്യം തികച്ചു നിൽക്കുന്നവരെ കൊന്നുകളയുമ്പോഴാണ്. ഇത് നമ്മുടെ പഠനത്തിന് ആധികാരികത കൂട്ടുന്നുണ്ടല്ലോ, മനസ്സിലാകുന്നുണ്ടല്ലോ. ഇവർ രണ്ടുപേരും മരിച്ചു കിടന്ന ഇവിടെ ആത്മാക്കൾ പോകണമല്ലോ. ഇവിടെ ആത്മാക്കൾ അവിടെ ഭൂമിയിൽ തന്നെ കാണത്തില്ല. ഏത് മനുഷ്യൻ മരിച്ചാൽ അപ്പോൾ തന്നെ ആ നിലയിലേക്ക് പ്രവേശിക്കപ്പെടണം. ഇപ്പൊ 3.5 ദിവസം ഇവിടെ കൊന്നു കിടക്കുന്ന അവരുടെ ആത്മാക്കൾ 3.5 ദിവസം വിശ്രമിക്കുന്നത് ഒന്നാം സ്വർഗത്തിലും രണ്ടാം സ്വർഗത്തിലുമാണ്. അവിടുത്തെ എണ്ണം തികഞ്ഞു കഴിയുന്ന സമയം അതായി കഴിയുമ്പോൾ ഇപ്പം ഭൂമിയിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഇവരെ കൊന്നുകളഞ്ഞു. ഈ രണ്ട് പ്രവാചകർ, ഇരുവരും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സാക്ഷികൾ മുഖാന്തരമാണ് വലിയ പ്രതിസന്ധി ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ലോകം മുഴുവനും സന്തോഷിച്ച് അവര് അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. കാരണം ഇവരെ കാണണം. ഈ ലോകത്തെ ദണ്ഡിപ്പിച്ച, ലോകത്തിന് വലിയ കഷ്ടം വരുത്തിയ ഈ അന്നത്തെ വിശ്വാസ സമൂഹത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ആ സാക്ഷിയുടെ സമൂഹത്തിൽ യെരൂശലേമിലുള്ള ബന്ധത്തിലുള്ളവർ അവിടെ മരണപ്പെട്ട് കിടക്കുമ്പോൾ ക്രിസ്തു അവിടെ വന്നാണ് അവരെ കൊന്നുകളയുന്നത്. അതോടൊപ്പം മറ്റുള്ളവരും കൊല്ലപ്പെടും. കാരണം ലോകത്തെ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ യെരൂശലേം വീതിയിൽ കിടക്കുന്നവരെ കാണത്തക്കവണ്ണമുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇവർ സ്വർഗത്തിലേക്ക് കരയേറിപ്പോകുന്ന ഇവർ കാണണം. അതിനുവേണ്ടിയാണ് അവര് യെരൂശലേം വീതിയിൽ കിടക്കുന്നവരെ കാണാൻ ദൈവം അനുവദിച്ചു കൊടുക്കുന്നത്. 3.5 ദിവസം അവിടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കാതെ അത് യെരൂശലേമിന്റെ വീതിയിൽ കിടക്കും. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായ സ്വതവും അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു. അവരുടെ കർത്താവ്, നമ്മുടെ എന്ന് പറഞ്ഞില്ല, അവരുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ മണവാട്ടി സഭ എടുക്കപ്പെട്ടു. അതുകൊണ്ടാണ് അവരുടെ കർത്താവ് എന്ന് പറയുന്നത്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായ സ്വതോമെന്നും പേരുള്ളതുമായ മിസ്രൈം എന്ന് പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ഇനിയിപ്പോൾ ഇത് 2 പേരാണേലും കുഴപ്പമില്ല, 2 സമൂഹമാണേലും കുഴപ്പമില്ല. പക്ഷെ ഇത് പ്രതിദാനം ചെയ്യുന്നത് ഈ ഒന്നാം സ്വർഗത്തെയും രണ്ടാം സ്വർഗത്തെയുമാണ്. അതിന് യാതൊരു സംശയമുള്ള കാര്യമല്ല. അപ്പോൾ ഒരു സാക്ഷിയുടെ ഈ 2 സാക്ഷിയുടെ സമൂഹത്തെയാണ് അന്ന് കൊന്നുകളയുന്നത്. അവിടെ ശരീരത്തിന്റെ പ്രതിനിധികളായിട്ട് അവിടെ കിടക്കുന്നവരെ, യെരൂശലേം വീതിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നവരെ
ശരീരം വെക്കാൻ സമ്മതിക്കുകയില്ല. കാരണം ഇവിടെ പുനരുത്ഥാനം നടക്കുന്നതും അവിടെ നിന്നാണ് നടക്കേണ്ടത്. പുനരുത്ഥാനം മാത്രമല്ല, അവിടെ സ്വർഗാരോഹണം നടക്കുമ്പോൾ അത് നടക്കുന്നു എന്നുള്ളത് വളരെ മാർമികമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് എൻ്റെ 11ാമത്തെ വാക്യം. അപ്പോൾ ഈ ലോക ജനത സന്തോഷിക്കുകയാണ്. ഇവർ കൊല്ലപ്പെട്ടതോടുകൂടി അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടാകുകയാണ്. ഇവർ ഈ മുമ്പിൽ നിന്നവരെല്ലാം മരിച്ചല്ലോ, അവർ ഇനി ഉപദ്രവിക്കത്തില്ലല്ലോ, പ്രത്യേക അധികാരമെല്ലാം നഷ്ടപ്പെട്ടല്ലോ, അവരെ ആർക്കും കൊല്ലാമല്ലോ എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ എതിർക്രിസ്ത്യൻ മനസ്സിലായി, ഇനി ആര് തലയുയർത്തിയാലും അവരെ കൊന്നു കളയാം, ഇവർക്കുള്ള പ്രത്യേക അധികാരം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൻ ആദ്യമായി അന്ന് സാക്ഷ്യം തേച്ച് നിൽക്കുന്നതിനെ കൊന്നുകളയുന്നത്. അതിനുശേഷം ആ കൊലപാതകം തലയറക്കുന്ന രീതി അത് തുടർന്നുകൊണ്ടേ ഇരിക്കും, 3.5 വർഷമുണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായി അങ്ങനെ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് തല ഛേദിക്കപ്പെട്ട് യെരൂശലേമിന്റെ വീതിയിൽ കിടക്കുന്ന ശവശരീരങ്ങൾ അത് വെളിയിൽ കിടക്കുമ്പോൾ അവരുടെ ശവശരീരങ്ങൾ കല്ലറയിൽ വെക്കാതെ 3.5 ദിവസം അത് യെരൂശലേമിന്റെ വീതിയിൽ കിടക്കും. അത് സകല മനുഷ്യരും കാണും. നമുക്കറിയാം, 100 വർഷം മുമ്പ് വായിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള സകല മനുഷ്യരും ഇതെങ്ങനെ കാണും എന്നൊക്കെയുള്ള സംശയം ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം, ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന സംഭവവും ചൂട് വാർത്തകളായിട്ട്, ബ്രേക്കിംഗ് ന്യൂസുകളായിട്ട് പെട്ടെന്ന് നമ്മുടെ കൺമുമ്പിലെത്തും. കേൾക്കാനും കാണത്തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ ലോകം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അന്ന് ഇതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള സമയമായിരിക്കും. ഇതുകൊണ്ടാണ് ടെലിവിഷൻ മുഖാന്തരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ വന്നപ്പോൾ ഈ പുസ്തകത്തിന്റെ ആധികാരികത വെളിപ്പെടുത്തിയത്. അല്ലെങ്കിൽ വായിച്ചിട്ട് ചോദിക്കും, ഭൂമിയിൽ കിടക്കുന്ന എല്ലാവരും എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുമായിരുന്നു. അന്ന് ഇതിന് ഉത്തരം പറയാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം മുഴുവനും വ്യാഖ്യാനിക്കപ്പെടാൻ കഴിയാതിരുന്നത്. 100 വർഷം മുമ്പ് വായിക്കുന്നവർക്ക് ഇതിനെ TV ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് വെളിപ്പെടുത്തി സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ സമയത്തിനാണ് ദൈവം വെച്ചിരിക്കുന്നത്. 100 വർഷം മുമ്പ് TV ഒക്കെ കണ്ടുപിടിക്കുന്ന 50-100 വർഷം മുമ്പ് ഇത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ 3 ദിവസം കാണും. അവരാരൊക്കെ കാണുന്നത്? സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവിടെ ശവം 3.5 ദിവസം കാണും. ഒരു പ്രദർശന വസ്തുവായിട്ട് ഈ അന്ന് ലോകത്തെ വിറപ്പിച്ച സാക്ഷിയുടെ സമൂഹങ്ങളുടെ ശരീരങ്ങൾ അവിടെ കിടക്കും. സകല മനുഷ്യരും കാണും, എല്ലാവരും കാണും. 3.5 ദിവസം അവരുടെ ശവം കല്ലറയിൽ വെൽപ്പാൻ സമ്മതിക്കുകയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും, ഇരു സാക്ഷികൾ, 2 കൂട്ടരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഭൂമിയിൽ വസിക്കുന്നതെന്ന് പറയുമ്പോൾ ആകമാനമായ ഭൂമിയിലാണ് പ്രശ്നമുണ്ടായത്, യെരൂശലേമിൽ മാത്രമല്ല. അതുകൊണ്ടാണ് ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. അന്ന് ഗിഫ്റ്റുകൾ കൈമാറും. ഇന്നത്തെ സന്തോഷ വാർത്ത, ഭൂമിയെ ദണ്ഡിപ്പിച്ചവർ എന്ന് പറഞ്ഞാൽ പൈശാചിക കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തവർ, അവര് ഭൂമിയെ ദണ്ഡിപ്പിച്ച് ഇവരെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് ഇവർ മരിച്ചത് കഴിഞ്ഞ് കാണുമ്പോൾ സന്തോഷം വർദ്ധിക്കുകയാണ്. അവർ ആനന്ദിക്കുകയാണ്. ഇനി പ്രശ്നമില്ലല്ലോ, അവിടെ മ്ലേച്ഛത പ്രവർത്തിപ്പാൻ തടസ്സമില്ലല്ലോ എന്ന് കണ്ടുകൊണ്ട് അവർ അന്യോന്യം സമ്മാനം കൊടുത്തയച്ച് സന്തോഷിക്കുന്ന ഒരു കാലമായിരിക്കും അന്ന്. എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുവാനുള്ള വ്യഗ്രത മനുഷ്യന് കൂടുന്നു. അപ്പോൾ പാപം ചെയ്യുന്നതിന് തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നീതിമാന്മാരായിരിക്കുന്ന സാക്ഷ്യമുള്ളവര് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ അവർക്ക് പ്രത്യേക അധികാരമുള്ളത് കൊണ്ട് അവരെ കൊന്നുകളയാൻ കഴിയാതിരുന്നു. എന്നാൽ അധികാരം തീർന്നു കഴിയുമ്പോൾ, ദൈവം അതിൻ്റെ സമയം 3.5 വർഷം കഴിയുമ്പോൾ അവിടെ അധികാരം നിൽക്കുമ്പോഴാണ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടവരെ കൊന്നുകളയുന്നത്. അവിടെ ശവശരീരങ്ങൾ അത് ഇസ്രായേലിന്റെ യെരൂശലേമിന്റെ വീതിയിൽ കിടക്കും. അവർ മനുഷ്യർ അത് മുഴുവൻ ഒരു കാണും എന്നുള്ളത് ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് പറയുന്ന 11ാം വാക്യമാണ് അവിടെ പുനരുത്ഥാനത്തെ സ്വർഗ്ഗാരോഹണത്തെ കുറിച്ച് വായിക്കുന്നത്. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്നു. അവർ കാലൂന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. അപ്പം 3.5 ദിവസം വരെ വളരെ സന്തോഷമായിരുന്നു. ഇനിയും ഇങ്ങനൊരു പ്രശ്നമില്ലല്ലോ, നമുക്ക് വെള്ളം കുടിക്കാമല്ലോ, നമുക്ക് ബുദ്ധിമുട്ടൊന്നും കൂടാതെ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ രക്തമാക്കും, ഇച്ഛിക്കുമ്പോഴൊക്കെ മഴ പെയ്ക്കാതിരിക്കും,
മഴയും വെള്ളത്തെയൊക്കെ ഇല്ലാതെ ഭൂമിയെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്ന സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്ന ഈ പ്രവാചക ശിഷ്യഗണങ്ങൾ, ഈ പ്രവാചക ഗണങ്ങൾ, അവര് രണ്ടു കൂട്ടരും ഇല്ലാതായതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഇവര് പരസ്പരം അന്യോന്യം സമ്മാനങ്ങളെ കൈമാറുന്നത്. അപ്പൊ ഇവിടെ ആത്മാക്കൾ പ്രവേശിച്ചിരിക്കുന്നത് ഒന്നാം സ്വർഗത്തിലും രണ്ടാം സ്വർഗത്തിലുമായിത്തീരിക്കുന്നത്. 3.5 ദിവസം കഴിയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്നു. അപ്പോൾ ദൈവത്തിന്റെ ജീവശ്വാസം എന്നുള്ളത് അത് അവരുടെ പുനരുത്ഥാനത്തെയാണ് കാണിക്കുന്നത്. നമുക്കറിയാം, ഒന്നാം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ശ്വാസം അവന്റെ മൂക്കില ഊതിയെങ്കിൽ അവനൊന്ന് ജീവനുള്ള ദേഹിയായിട്ട് എഴുന്നേറ്റ് നിന്നെങ്കിൽ, ഇവിടെ ഈ മരിച്ചു കിടക്കുന്ന 2 സാക്ഷികളുടെ ഗണത്തിൽപ്പെടുന്നവരിൽ അവരുടെ ജീവശ്വാസം അവരുടെ മേൽ വന്നു, അവരെ എഴുന്നേറ്റ് നിന്നു എന്നാ പറയുക. അവർ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഈ 2 സാക്ഷികൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു സാക്ഷി പ്രതിദാനം ചെയ്യുന്നത് സ്വർഗീയ പർദീസയിലെ ഒന്നാം സ്വർഗത്തിലുള്ള ഒന്നാമത്തെ ഒലിവുമരത്തെയാണ്. രണ്ടാമത്തെ സാക്ഷി എഴുന്നേറ്റ് നിൽക്കുന്നത്, അത് പ്രതിദാനം ചെയ്യുന്നത് രണ്ടാമത്തെ സ്വർഗത്തിലുള്ള സഭയുടെ ശേഷിപ്പിലുള്ള നിലവിളക്കിൽ രണ്ടാമത്തെ നിലവിളക്കിൽപ്പെട്ടവരാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം, ഈ ഇവിടുന്ന് കൊല്ലപ്പെട്ട് 3.5 ദിവസം മുമ്പ് അവിടെ എത്തിയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഒന്നാം സ്വർഗത്തിൽ നിന്നും രണ്ടാം സ്വർഗത്തിലേക്ക് പോരുമ്പോൾ അവരോടൊപ്പം അവിടെ ഉണ്ടായിരിക്കുന്ന സകല ആത്മാക്കളും ആ ജീവശ്വാസം, യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അവരിൽ വ്യാപരിക്കുമ്പോൾ ആ ഒന്നാം സ്വർഗത്തിലും രണ്ടാം സ്വർഗത്തിലുമുള്ള സകല ആത്മാക്കളും കൂടി ഭൂമിയിലേക്ക് വന്ന് അവരാണ് 2 സാക്ഷികളായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത്. അതിൻ്റെ അകത്തത് മുഴുവനും ഉൾക്കൊണ്ടിട്ടുണ്ട്. നമുക്ക് വിചാരിക്കും, ഇത്രയും വലിയൊരു സമൂഹത്തെ എങ്ങനെയാണ് 2 പേർ പ്രതിദാനം ചെയ്യുന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അറ്റോമിക് ബോംബും ന്യൂക്ലിയർ ബോംബും ഒക്കെ നോക്കുമ്പോൾ അത് അതിൻ്റെ വലിപ്പം കൊണ്ടല്ല അതിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യപരിപാടി അനുസരിച്ച് 2 വ്യക്തികളോടുള്ള ബന്ധത്തിൽ ഒന്നാം സ്വർഗത്തിലുള്ളവരെയും രണ്ടാം സ്വർഗത്തിലുള്ള സകലവിശുദ്ധന്മാരെയും 2 സാക്ഷികളായിട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോൾ ഒന്നാം സ്വർഗത്തിലും രണ്ടാം സ്വർഗത്തിലുള്ളവരുടെ പുനരുത്ഥാനമാണ് ആ സമയത്ത് നടക്കുന്നത്. ജീവശ്വാസം വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മണവാട്ടി സഭ ഒരാൺകുട്ടിയായിട്ട് എടുക്കപ്പെടുന്നെങ്കിൽ, സഹോദര പദവിയിലുള്ള നിലവിളക്കിൽപ്പെടുന്ന ഒന്നാമത്തെ നിലവിളക്കും സഹഭക്തന്മാരുടെ നിലവാരത്തിലുള്ള ഒന്നാമത്തെ ഒലിവുമരത്തിലും പെടുന്നവരെ 2 വ്യക്തികളായിട്ട് അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്യുന്നത്. ജീവശ്വാസം അവരിൽ വന്ന് അവർ ജീവൻ പ്രാപിച്ച് പുനരുത്ഥാനം പ്രാപിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നതിനെയാണ് 3 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്നു, അവരെ കണ്ടവർ ഭയവശരായി തീർന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 സാക്ഷികളായിട്ട് നിൽക്കുന്നവർ 2 മരണാന്ത നിലകളിലുള്ള പുനരുത്ഥാനത്തെയാണ് കാണിക്കുന്നത്. ആരൊക്കെയാണത്? ഒന്നാമത്തെ സ്വർഗത്തിലുള്ള പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാർ അവർ ഒരു സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ, രണ്ടാമത്തെ സാക്ഷിയായിട്ട് നിൽക്കുന്നത് രണ്ടാം സ്വർഗത്തിൽ വിശ്രമിച്ചിരുന്ന പുതിയ നിയമത്തിന്റെ മണവാട്ടിയുടെ തോഴിമാരാകുന്നവരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. അവര് രണ്ടാമത്തെ സാക്ഷിയായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇവിടെ കയറി വരുവീൻ എന്ന സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടു. ഇതൊരു പുനരുത്ഥാനമാണ്. ഇവിടെ കയറി വരുവീൻ എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന പുനരുത്ഥാനമാണ്. പക്ഷേ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പുനരുത്ഥാനമല്ല. അപ്പം ഇവിടെ കയറി വരുമെന്ന ശബ്ദത്തിൽ സഭ എടുക്കപ്പെട്ട 4-ാം അധ്യായത്തിൽ പറയുന്നത് യോഹന്നാനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ കയറി വരുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു പുനരുത്ഥാനമോ സ്വർഗാരോഹണമോ അല്ല, അത് യോഹന്നാനോടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇവിടെ കയറി വരുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മേലാൽ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ള ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് വലിപ്പിച്ചത് പുനരുത്ഥാനമല്ല. അത് യോഹന്നാനോട് സ്വർഗീയ ദർശനങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അവർക്ക് അവിടെ കയറി ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 11-ാം അധ്യായത്തിൽ ഇവിടെ കയറി വരുവീൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടത് അത് അവരുടെ സ്വർഗാരോപണത്തെയാണ് കാണിക്കുന്നത്. ആരാണ് ഈ ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നത്? ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും. കഥ പറഞ്ഞു, ഞാൻ തന്നെ
പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പോൾ അവന്റെ ജീവശ്വാസം എത്തി അവൻ അനുവദിച്ചു കൊടുക്കുമ്പോഴാണ് ഒന്നാം സ്വർഗത്തിലും രണ്ടാം സ്വർഗത്തിലുള്ളവര് അവരുടെ ശരീരങ്ങളിലേക്ക് വന്ന് അവര് എഴുന്നേറ്റ് നിന്ന് ജീവൻ പ്രാപിച്ച് പുനരുത്ഥാനം പ്രാപിച്ച് നിൽക്കുമ്പോൾ ഇവിടെ കയറി വരുവീൻ എന്ന യേശു ക്രിസ്തുവിന്റെ മഹാശബ്ദത്തിൽ ആണ് അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. എന്ന് പറഞ്ഞാൽ അവർക്ക് തേജസ് വന്നു. അത് കാണാൻ കഴിയാത്ത വിധത്തിൽ ഇവരെ മേഘം കൊണ്ട് മൂടും. അപ്പം ദൈവസഭ എടുക്കപ്പെട്ടപ്പോൾ അങ്ങനെയാണ് കണ്ടത്. നാം മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇവിടെയും പറഞ്ഞിരിക്കുന്നവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവിടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ഇവര് പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗീയ തേജസ് പ്രാപിച്ച് വരുമ്പോൾ ഇവരെ ഒരു മേഘം മൂടിയിട്ട് ആ മേഘമാണ്. ഇപ്പോൾ ഇവർ പുനരുത്ഥാനം പ്രാപിച്ച് നിൽക്കുന്നു. ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദത്തിലാണ് അവർക്ക് തേജസ് പ്രാപിച്ചിട്ട് അവരൊരു മേഘമാവരണം ചെയ്ത് ആ മേഘത്തിലാണ് ഇവർ കരയേറിപ്പോകുന്നത്. ഭൂമിയുടെ മധ്യഭാഗമാകുന്ന യെരൂശലേമിൽ സംഭവിക്കും. യേശുവിൻ്റെ കഥാവിന് മധ്യാകാശ വരവിന് ശേഷം ഇത് അക്ഷരികമായിട്ട് ഈ അന്ന് യെരൂശലേമിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ബാക്കിയുള്ള പുനരുത്ഥാനം ഒക്കെയും നമുക്ക് അറിയാമല്ലോ. അത് ഒരാൺകുട്ടിയായി എടുക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അത് മധ്യാകാശമുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയത് ഭൂമി കാണാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ഈ രണ്ട് സാക്ഷിയുടെ പുനരുത്ഥാനം, ഒന്നാം സ്വർഗത്തിലെയും രണ്ടാം സ്വർഗത്തിലെയും വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം, യെരൂശലേം വീഥികളിൽ കിടക്കുന്ന രണ്ട് സാക്ഷിയുടെ സമൂഹത്തിൽ ദൈവത്തിന്റെ ജീവശ്വാസം വന്ന് അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒന്നാം സ്വർഗത്തിലെയും രണ്ടാം സ്വർഗത്തിലെയും വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അവർ ആണ് പുനരുത്ഥാന ശരീരങ്ങളോടുകൂടി അവർ എഴുന്നേറ്റ് നിൽക്കുന്നത്. അവരുടെ മേൽ യേശു കർത്താവിന്റെ തേജസ് വരികയും അവർ സ്വർഗത്തിലേക്ക് ഇവിടെ കയറി വീഴുന്ന ശബ്ദത്തിൽ അവരെടുക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് അവർ സ്വർഗത്തിലേക്ക് കരയേറുന്നത്. അപ്പോൾ അവരുടെ പുനരുത്ഥാനവും സ്വർഗാരോഹണവുമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കയറി വീഴുന്ന ശബ്ദത്തിൽ പുനരുത്ഥാനം നടക്കുന്നുണ്ട്. പക്ഷെ അത് 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഇവിടെ കയറി വീഴുന്ന ശബ്ദത്തിലല്ല. അത് യോഹന്നാനോട് മാത്രം പറഞ്ഞതാണ്. എന്നാൽ 11-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനത്തിന്റെ നായകൻ, അവനാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി പകരുന്നത്. അവന്റെ മൂക്കിലെ ശ്വാസം കൊണ്ടാണ് സകലതും. നമുക്കറിയാം, കാഹളം ധ്വനിക്കുമ്പോൾ ആ കാഹള ശബ്ദത്തിലാണ് പുനരുത്ഥാനത്തിന് ജീവൻ ഇരിക്കുന്നത്. ഇവിടെ ഈ കർത്താവ് പറയുന്ന ആ ജീവശ്വാസം അവൻ അയക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദത്തിലാണ് ഈ കർത്താവിൻ്റെ ആജ്ഞയെ ഭേദിച്ചു കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. രാജാവായിരിക്കുന്ന ജയാളിയായിരിക്കുന്ന യേശു ക്രിസ്തു ആണ് ഇവിടെ കയറി വരുവീൻ എന്ന് അവിടെ മഹാശബ്ദം പുറപ്പെടുവിക്കുന്നത്. ആ ശബ്ദത്തിന് മുമ്പിൽ ഒരു ശക്തിക്കും നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവിടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ട്, ശത്രുക്കൾ കാണുക ഇവർ പുനരുത്ഥാനവും സ്വർഗാരോഹണം പ്രാപിക്കും. അവർക്ക് തേജസ് ലഭിക്കുന്നതുകൊണ്ടാണ് അത് കാണാൻ കഴിയാത്ത വിധത്തിൽ മേഘങ്ങളിൽ അവർ എടുക്കപ്പെടുന്നത്. ഇവിടെ വ്യക്തമാണല്ലോ, രണ്ട് സാക്ഷികൾ ഒരു പുനരുത്ഥാനത്തെയാണ് വെളിപ്പെടുത്തുന്നത്. വ്യക്തമാകുമ്പോൾ കേവലം രണ്ട് മനുഷ്യരല്ല, ഇവിടെ കിടക്കുന്ന രണ്ട് മനുഷ്യരല്ല, ഒന്നാം സ്വർഗത്തിലെയും രണ്ടാം സ്വർഗത്തിലെയും വിശുദ്ധന്മാർ അവർ പുനരുത്ഥാനവും പ്രാപിച്ച് തേജസ്സോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് ഇവിടെ മാർമികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വ്യാഖ്യാനത്തിന്റെ അകത്ത് നമുക്ക് വ്യക്തത ലഭിക്കുന്നുണ്ട്. ഒന്ന്, എപ്പോഴാണ് ദൈവസഭ എടുക്കപ്പെടുന്നത്? അത് ആൺകുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീ, ഒരാൺകുട്ടി സ്വർഗസിംഹാസനത്തിൽ എടുക്കപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ മണവാട്ടി സഭയുടെ പുനരുത്ഥാനമാണെന്ന് വ്യക്തമാക്കുന്നു. അതേക്കുറിച്ച് വളരെ വ്യക്തമായി ലഭിക്കുന്നു. രണ്ട് സാക്ഷികളോടുള്ള ബന്ധത്തിൽ ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദത്തിൽ അവർ രണ്ടുപേരും സ്വർഗത്തിലേക്ക് കയറിപ്പോകുമ്പോൾ അത് കേവലം രണ്ട് വ്യക്തികളല്ല, ഒന്നാം സ്വർഗത്തിലെയും രണ്ടാം സ്വർഗത്തിലെയും, അഥവാ ഒന്നാം ഒരു വർഷവും ഒന്നാമത്തെ നിലവിളക്കിലും പെടുന്നവരുടെ പുനരുത്ഥാനവും സ്വർഗാരോഹണവുമാണ് നടന്നത് എന്നുള്ളതാണ് 11-ാം അധ്യായത്തിന്റെ രത്നച്ചുരുക്കം. അത് മനസ്സിലായെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. അപ്പോൾ ഇവര് പുനരുത്ഥാനം എടുത്ത് പോകുന്ന സമയത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഭൂകമ്പം ഉണ്ടായി, നഗരത്തിൽ 10-1 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരശരായി തീർന്നു. സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇവിടെ സംഭവിക്കുന്ന ഒരു ചോദിച്ചോളൂ. പഴയ നിയമ വിശുദ്ധന്മാരിൽ ശ്രേഷ്ഠരായവരെല്ലാം ഈ ഒന്നാം സ്വർഗത്തിലുണ്ടല്ലോ. ഉണ്ട്.
അവരുടെ പുനരുത്ഥാനം എപ്പോഴാ നടക്കുന്നത്? അതല്ല ഇപ്പം പറഞ്ഞത്. ഈ ഒന്നാമത്തെ സ്വർഗത്തിലുള്ളവരും രണ്ടാം സ്വർഗത്തിലുള്ളവരുടെയും ഞാൻ രണ്ടാം സ്വർഗത്തിലെ മാത്രമല്ല പറഞ്ഞു, ഒന്നാം സ്വർഗത്തിലുള്ളവരുടെ ആത്മാക്കള്, അതാണ് ഒന്നാമത്തെ ഒലിമുല കാണിക്കുന്നത്, ഒരു സാക്ഷി കാണിക്കുന്നത്, അതാണ് കാണിക്കുന്നത്. അപ്പൊ അവൻ ഒരു സാക്ഷിയോട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവിടെ ആത്മാക്കൾ അവിടേക്കല്ല ചെന്നത്. മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ആത്മാക്കൾ എവിടേക്കാണ് ചെന്നത്? ഒന്നാം സ്വർഗത്തിലേക്കാണ് ചെന്നത്. സഭയുടെ മണവാട്ടിയുടെ തോഴിമാരായിരിക്കുന്ന നിലവിളക്കിൽപ്പെടുന്നവർ എത്തിയത് രണ്ടാം സ്വർഗത്തിലേക്കാണ്. കർത്താവിന്റെ ജീവശ്വാസം വരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നാം സ്വർഗത്തിലെയും രണ്ടാം സ്വർഗത്തിലെയും ആത്മാക്കൾ അവരുടെ ശരീരങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പുനരുത്ഥാനം പ്രാപിച്ച് രണ്ട് സാക്ഷികളായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒന്നാം സ്വർഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഒരു വ്യക്തി, രണ്ടാമത്തെ സ്വർഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ് രണ്ടാമത്തെ വ്യക്തി. അതാണ് ഒന്നാമത്തെ ഒലിമരവും ഒന്നാമത്തെ നിലവിളക്കും. ഇവർ രണ്ടു കൂട്ടരും കർത്താവിന്റെ ശബ്ദത്തിൽ ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തിൽ ഒന്നാം സ്വർഗത്തിലെയും രണ്ടാം സ്വർഗത്തിലെയും സകല വിശുദ്ധന്മാരും സ്വർഗാസ്വർഗത്തിലേക്ക് പുനരുത്ഥാനവും സ്വർഗാരോഹണവും പ്രാപിക്കുന്നു. അവിടെ തേജസ്സിനെ മറയ്ക്കാൻ വേണ്ടിയാണ് മേഘം കൊണ്ട് അവരെ ആവരണം ചെയ്യുന്നത്. മേഘത്തിൽ അവരെടുക്കപ്പെട്ടു. അത് ആണ് ഒന്നാം സ്വർഗത്തിലും രണ്ടാം സ്വർഗത്തിലും ഉള്ളവരുടെ പുനരുത്ഥാനത്തെ കാണിക്കുന്നത്. അതേക്കുറിച്ചാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്നത്. വേദന വരും മുമ്പ് അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു, നോവ് കിട്ടിയ ഉടനെ അവൾ മക്കളെ പ്രസവിച്ചു. അവൾ മക്കളെ പ്രസവിച്ചു എന്നുള്ളത് ഒന്നാം സ്വർഗത്തിലെയും രണ്ടാം സ്വർഗത്തിലെയും മക്കളെ പ്രസവിച്ചെടുക്കുന്നതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവ് പറയുമ്പോൾ ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദത്തിൽ, ഇപ്പം ജീവശ്വാസം അയക്കുമ്പോൾ ഒന്നാം സ്വർഗത്തിലെയും രണ്ടാം സ്വർഗത്തിലുള്ളവര് അവർ പുനരുത്ഥാനം പ്രാപിക്കുന്നു. അത് സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരാണ്. അവർ പുനരുത്ഥാനം പ്രാപിക്കുന്നു. അവരെ ദൈവം എന്ത് ചെയ്യുന്നു? ഇവിടെ കയറി വീഴുന്ന ശബ്ദത്തിൽ സ്വർഗാസ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരുടെ പുനരുത്ഥാനവും അതുപോലെ ദൈവസഭയുടെ കുഞ്ഞാടിന്റെ മണവാട്ടിയുടെ തോഴിമാരുടെ ഗണത്തിൽപ്പെടുന്ന ഒരു കൂട്ടവുമാണ് പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. മനസ്സിലായോ? രണ്ട് നിലവിളക്കും രണ്ട് ഒലിവുമരവും പറയുന്നതുകൊണ്ടാണ് ആ ഒരു സംശയം വന്നത്. ഇനിയിപ്പോ ശേഷിക്കുന്നത് രണ്ടാമത്തെ ഒലിമരവും രണ്ടാമത്തെ നിലവിളക്കമാണ്. അവരെന്നാ പുനരുത്ഥാനം പ്രാപിക്കുന്നത്? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ, രക്തസാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ. അതാണ് നമ്മൾ കണ്ടു. തലചേരിക്കപ്പെടുന്ന ആത്മാക്കൾ അവരെ പ്രദാനം ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഒലിമരവും രണ്ടാമത്തെ നിലവിളക്കും. അവര് എന്നാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നത്? ക്രിസ്തുവിന്റെ ഭരണ സമയം അവസാനിക്കുന്ന സമയത്ത് സേനാ ദിവസത്തിൽ അവിടെ പുനരുത്ഥാനം ഉണ്ടാകും. അത് ഒന്നാമത്തെ പുനരുത്ഥാനമാണ്. അപ്പോൾ നമുക്ക് മരിച്ചവരുടെ എന്നുള്ള പുനരുത്ഥാനം മണവാട്ടി സഭയുടെ പുനരുത്ഥാനമാണ്. രണ്ട് സാക്ഷിയുടെ പുനരുത്ഥാനത്തിന്റെ ബന്ധത്തിൽ ഒന്നാം സ്വർഗത്തിലെയും രണ്ടാം സ്വർഗത്തിലെയും പുനരുത്ഥാനം പൂർത്തീകരിക്കപ്പെടുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനം തലയിറക്കപ്പെടുന്ന രക്തസാക്ഷിയുടെ പുനരുത്ഥാനമാണ്. അത് നമുക്ക് വെളിപ്പെടുന്നു. പിന്നീടുള്ള പുനരുത്ഥാനം ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനമാണ്. ഇതിനകത്ത് മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ട് പുനരുത്ഥാനങ്ങളെ മനസ്സിലാക്കി ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദത്തിൽ നടക്കുന്ന ഒരു പുനരുത്ഥാനമാണ്. അത് ആരാണ് അന്ന് എടുക്കപ്പെടുന്നത്? കേവലം രണ്ട് വ്യക്തികളല്ല, ഒന്നാം സ്വർഗത്തിന്റെയും രണ്ടാം സ്വർഗത്തിലെയും വിശുദ്ധന്മാരുടെ സമൂഹമാണ് പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ നടക്കുന്ന വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയവിവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പൊ ഇവിടെ ഇത് വായിക്കുമ്പോൾ ഈ ഭാഗം കൂടി ഒന്ന് വായിച്ച് ഞാൻ ഇന്ന് രാത്രിയിലെ ക്ലാസ് നടത്താം. 7000 പേരുള്ള കണക്കിലൊരു കണക്ക് പറയുന്ന ഏലിയാവിന്റെ കാലത്തുള്ള ബന്ധത്തിലുണ്ട്. ഏലിയാവ് പറയുന്നുണ്ട്, ഞാൻ ഒരുവൻ മാത്രമാണെന്ന് പറയുമ്പോൾ കർത്താവ് നീയല്ല, നീ ഒരുവൻ മാത്രമല്ല, എനിക്കായിട്ട് ബാലിനും മുട്ടുമടക്കാത്ത, അവനെ ചുംബിക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അന്ന് 7000 പേരുടെ ശേഷിപ്പോടെ ഉണ്ടായെങ്കിൽ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവനെ സ്വീകരിക്കുന്ന ഇസ്രായേലിൽ നിന്നുള്ള അന്ന് അവിടെ യെരൂശലേമിലുള്ള 7000 പേരാണ് അന്ന് കൂട്ടത്തോടെ മരിച്ചു പോകുന്നത്. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവനെ സ്വീകരിക്കുന്ന 7000 പേരാണെന്ന് കൂട്ടത്തോടെ മരിച്ചു പോകുന്നത്. അപ്പോൾ മറുഭാഗത്ത് ഏലിയാവിന്റെ കാലത്ത് 7000 പേരെ ശേഷിപ്പാ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഈ മ്ലേച്ഛത പാപം പെരുകുന്ന സമയത്ത് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവനെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവനെ കൈക്കൊള്ളുന്നവരാണ് 7000 പേർ അന്ന് മരിച്ചു പോകുന്നത്. അതാണ് ഇവിടെ 7000 കണക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്കിനുള്ള ബന്ധത്തിലാണ് ഇവിടെ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ നാം ചിന്തിച്ച്
നാം പൂർത്തീകരിക്കപ്പെടുന്നത്. 7,000 പേരുടെ ശേഷിപ്പ് ഇസ്രായേൽ ഉണ്ടെന്നുള്ളതായിരുന്നു. എന്നാൽ എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന ആരംഭ ദിവസത്തിൽ തന്നെ വശീകരിക്കപ്പെട്ടവരായി അവനെ അംഗീകരിച്ച് സേവിക്കുന്ന ഇസ്രായേലിൽ നിന്നുള്ള 7,000 പേരാണ് അന്ന് യെരൂശലേമിലുണ്ടാകുന്ന ഭൂകമ്പത്തിൽ പെട്ടെന്ന് മരിച്ച് പോകുന്നത്. ആഹാബിന്റെ കാലത്ത് 7,000 പേർ ഇസ്രായേലിൽ ശേഷിപ്പായിട്ട് ദൈവിക പ്രമാണത്തിനായി നിലനിന്നുവെങ്കിൽ എതിർക്രിസ്തുവിന്റെ ഭരണാരംഭത്തെങ്കിൽ അവനെ സേവിക്കുന്ന യെരൂശലേമിലെ 7,000 പേർ ഭൂകമ്പത്തിൽ അന്ന് പട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഭൂകമ്പവും 2 സാക്ഷികളിൽ സാക്ഷ്യം തേച്ച് നിൽക്കുന്നവർ പുനരുത്ഥാനവും സ്വർഗാരോഹണവും ദർശിക്കുന്ന ശേഷം മനുഷ്യർ ഭയപരിശരായി സ്വർഗീയ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഈ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഭയവും ദൈവഭക്തിയും താൽക്കാലികമാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മനുഷ്യൻ കഠിനപ്പെട്ട് സ്വർഗീയ ദൈവത്തെ ദുഷിക്കുന്ന ഇത് കാണുമ്പോൾ ഒരു ഭയമൊക്കെ എന്നാൽ ഉണ്ടാകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ ഇതെല്ലാം മറന്ന് ദൈവത്തെ മറന്നുള്ള കഠിനമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് പോകുന്നത്. അതേക്കുറിച്ച് ദൈവം തുടർന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇന്ന് ഈ ഭാഗം ചിന്തിച്ച് അവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുനരുത്ഥാനം സ്വർഗാരോഹണമാണ് ഇവിടെ 11-ാം അധ്യായം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2 സാക്ഷികൾ, 2 സമൂഹങ്ങളാണ്. ദൈവകൽപ്പന പ്രമാണിക്കുന്ന പഴയ നിയമത്തിന്റെ സാക്ഷികളും അതുപോലെ തന്നെ പുതിയ നിയമത്തിന്റെ സുവിശേഷ സാക്ഷികളുമുണ്ട്. 2 സന്ദർഭങ്ങളിൽ ഇവിടെ സാക്ഷ്യം എണ്ണം തികയപ്പെടുന്നുകൊണ്ടാണ് 2 ഒലിവുമരവും 2 നിലവിളക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഒലിവുമരവും ഒന്നാമത്തെ നിലവിളക്കും 1-ാം സ്വർഗത്തിലും 2-ാം സ്വർഗത്തിലും വിശ്രമിക്കുന്ന വിശുദ്ധന്മാരാണ്. അപ്പോൾ ഇവിടെ എതിർക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് അന്ന് കൊന്നിടുന്ന ഈ സാക്ഷികളുടെ ആത്മാക്കളും പ്രവേശിക്കുന്നത് പഴയ നിയമസാക്ഷ്യന്മാരുടെ ബന്ധത്തിലുള്ള ആത്മാക്കൾ പ്രവേശിക്കുന്നത് 1-ാം സ്വർഗത്തിലേക്കാണെങ്കിൽ 2-ാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് സഭയുടെ നിലവിളക്കിനുള്ള ബന്ധത്തിൽപ്പെടുന്ന മണവാട്ടിയുടെ തോഴിമാരുടെ ബന്ധത്തിൽപ്പെടുന്നവരാണ്. അപ്പം അവർ 3 ദിവസം അവരവിടെ വിശ്രമിക്കുവാന് ശേഷം ഇവിടെ കയറി വരുവീൻ ശബ്ദത്തിൽ ജീവശാസ്ത്ര അവനിലേക്ക് വരുമ്പോൾ ആ പരദേശിലുണ്ടായിരുന്ന 1-ഉം 2-ലുമുള്ള സകല വിശുദ്ധന്മാരും ഗ്രൂപ്പിൽപ്പെടുന്നവരുടെ ഭാഗങ്ങളിലേക്ക് അവരെ പുനരുത്ഥാനം പ്രാപിച്ച് എഴുന്നേറ്റ് നിൽക്കും. ഇവിടെ കയറി വരുവീൻ ശബ്ദത്തിൽ തേജസ്സോടു കൂടി അവർ എടുക്കപ്പെടുന്നതുകൊണ്ടാണ് മേഘങ്ങളാൽ അവർ ആഭരണം ചെയ്യപ്പെട്ടവരായി എടുക്കപ്പെടുന്നത്. ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പത്തിൽ 7,000 പേര് നശിച്ചു പോകുന്നത് എതിർക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അവന്റെ പ്രലോഭനത്തിൽ വഴങ്ങിപ്പോകുന്ന 7,000 പേരാണ് അന്ന് അവിടെ മരിച്ചു പോകുന്നതെന്നുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ഭാഗം നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയിൽ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഉള്ള ഒരു ധാരണ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് എതിർക്രിസ്തുവിന്റെ ഭരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 2-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനെക്കുറിച്ച് 1-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കി. എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി ഇന്ന് സാക്ഷ്യം തേച്ച് നിൽക്കുന്ന 2 സാക്ഷികളുടെ 1-ാമത്തെ നിലവിളക്കും 1-ാമത്തെ ഒലിവുമരവുമാകുന്ന 1-ാം സ്വർഗത്തിലെയും 2-ാം സ്വർഗത്തിലെയുള്ള വിശുദ്ധന്മാർ അവർ പുനരുത്ഥാനവും സ്വർഗാരോഹണവും പ്രാപിക്കുന്നത് എതിർക്രിസ്തുവിന്റെ ഭരണ ആരംഭത്തെങ്കിലാണ്. അതിനുശേഷം 3.5 വർഷം ഉള്ള കിരാതമായ ഭരണത്തിലേക്ക് പോകും. അതിന് ഉപദേശകനായിട്ട് വെളിപ്പെടുന്നത് എതിർക്രിസ്തുവാണ്. വെളിപ്പെടുന്ന കള്ളപ്രവാചകനാണ്. അതേക്കുറിച്ചാണ് 2-ാമത്തെ മുദ്രയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവം വെച്ചാൽ നമ്മൾ വരുന്ന വർഷം അതേക്കുറിച്ച് പഠിക്കും. ഇന്ന് രാത്രിയിൽ നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ, മർമ്മമായി വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ, അതിൻ്റെ കാര്യങ്ങളെ പുനരുദ്ധരിച്ച് മനസ്സിലാക്കിയെടുത്താൽ കാര്യങ്ങൾ നമുക്ക് ഗൃഹസ്ഥമാക്കാവുന്നതേ ഉള്ളൂ. അതല്ല ഇതിനെ സങ്കീർണമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ഇന്ന് രാത്രിയിലും നാം ഇത് കാണുമ്പോൾ ആദിയാതന്മാരുടെ സഭ എടുക്കപ്പെടുന്നത് ഒരു ആൺകുട്ടിയായിട്ടെന്നുള്ളത് 12-ാം അധ്യായത്തിലുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കി സ്ത്രീയുടെ സന്ദേശം ശേഷിക്കപ്പെടുന്നവരായിരിക്കുന്ന മീതെയുള്ള യെരൂശലേമിലെ 1-ാം സ്വർഗവും 2-ാം സ്വർഗത്തിലുള്ളവർ പുനരുത്ഥാനം പ്രാപിച്ചിട്ടില്ല. അവിടെ പുനരുത്ഥാനമാണ് ഈ പറയുന്ന 2 സാക്ഷികളുടെ പുനരുത്ഥാനത്തിൽ നിർവഹിക്കപ്പെടുന്നത്. അതിനുശേഷം സ്ത്രീയുടെ സന്ദേശം ശേഷിപ്പുള്ളവരുണ്ടെങ്കിലും മീതെയുള്ള യെരൂശലേമുമായിട്ടല്ല അതിന് ബന്ധമുള്ളത്. അന്ന് രക്തസാക്ഷികളാകുന്നവർ തലയെറുക്കപ്പെടുന്ന ആത്മാക്കൾ യാഗപീഠത്തിന് കീഴിലാണുള്ളത്. അവിടെ പുനരുത്ഥാനം നടക്കുന്നത് സേനാ ദിവസത്തിലാണ്. അന്ന് നടക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് 20-ാം അധ്യായത്തിലാണ്. ആ പുനരുത്ഥാനം 1-ാമത്തെ പുനരുത്ഥാനമാണ്. ഇത്രയും വ്യക്തമായി സകല വിശുദ്ധന്മാരുടെയും കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ ദൈവാത്മാവ് നമുക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൈവം വെളിപ്പെടുത്തരട്ടെ. അപ്പോൾ സകല വിശുദ്ധന്മാരും എവിടെയാണെന്നുള്ളതും അതെപ്പോൾ പുനരുത്ഥാനം പ്രാപിക്കുന്നതിന് ഏകദേശം ഒരു നമ്മൾ ധാരണ തന്നിട്ടുണ്ട്.
അപ്പോൾ ആദിജാതന്മാരുടെ സഭ എടുക്കപ്പെടുന്നതിനെ കുറിച്ച് മനസ്സിലാക്കി, ഒന്നാം സ്വർഗത്തിൽ രണ്ടാം സ്വർഗത്തിലുള്ളവർ എടുക്കപ്പെടുന്നത് മനസ്സിലാക്കി, ബാക്കിയുള്ള ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കെടുക്കുന്നവർ ആരാണെന്നുള്ളതും ഞാനൊരു ഔട്ട്ലൈൻ പറഞ്ഞു പോയി. ഇനി അത് യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിൽ നടക്കുന്ന അവരുടെ അവസാനത്തിൽ സേനാ ദിവസം നടക്കുന്ന പുനരുത്ഥാനത്തിൽ പഠിക്കുമ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിക്കും. ഇതിന് അപ്പുറമായിട്ടുള്ള ഒരു തെളിവ് നിരത്തി പഠിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനിയും ഏതെങ്കിലും സംശയം, ഇനി രണ്ട് പേര് എന്നുള്ളൊരു വാശി മാത്രം പിടിക്കരുത്. ആ രണ്ട് സമൂഹമാണ്. ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ, രണ്ട് സാക്ഷികളാണ്. അവർ ഒന്നാം സ്വർഗത്തെയും രണ്ടാം സ്വർഗത്തെയും പ്രതിനിധീകരിക്കുന്നവരാണ്. ഇവിടെ അന്ന് കൊന്നിടുന്ന അവരുടെ ആത്മാക്കൾ പ്രവേശിക്കുന്നത്, പഴയ നിയമത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നവരുടെ ആത്മാക്കൾ ഒന്നാം സ്വർഗത്തിലേക്കാണ് പ്രവേശിച്ചത്. മറ്റൊരു സാക്ഷി, സുവിശേഷ സാക്ഷി തികച്ചുന്നവരുടെ ആത്മാക്കൾ പ്രവേശിച്ചത് രണ്ടാം സ്വർഗത്തിലേക്കാണ്. ജീവശ്വാസത്തിൽ വന്നെന്ന് പറയുമ്പോൾ ഈ പറുദീസിലുള്ളവരുടെ ആത്മാക്കൾ ഭൂമിയിലേക്ക് വന്ന അവരുടെ ശരീരം എവിടെയാണെങ്കിലും അതെല്ലാം കൂടി ഒരുമിച്ച് എഴുന്നേറ്റൊരു മഹാസൈന്യമായി എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ രണ്ട് സാക്ഷികൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ഒന്നാം സ്വർഗത്തിലും രണ്ടാം സ്വർഗത്തിലുള്ള വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദത്തിൽ അവർ തേജസ്സുള്ളവരായി മേഘത്താൽ മറയപ്പെട്ടവരായി സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതോടുകൂടി മീതെയുള്ള യെരൂശലേമിലുണ്ടായിരുന്ന സകല വിശുദ്ധന്മാരും എടുക്കപ്പെടുന്നു. പിന്നീട് സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പിലുള്ള സാക്ഷികൾ അവർ രണ്ടാമത്തെ ഒലുമരവും രണ്ടാമത്തെ നിലവിളക്കുമാണ്. അന്ന് തുടങ്ങുന്ന തലയറുത്ത് കൊല്ലുന്ന യേശുക്രിസ്തുവിൻ്റെ പരിപാടി അഭംഗരം തുടരും. അങ്ങനെ ദൈവം അത് അനുവദിച്ചു കൊടുക്കും. സേനാ ദിവസത്തിൽ അത് പൂർത്തീകരിക്കപ്പെടും. അന്ന് ഒന്നാമത്തെ പുനരുത്ഥാനം പൂർത്തീകരിക്കപ്പെടുന്നതോട് കൂടിയാണ് സ്വർഗീയ തേജസ് പ്രാപിക്കാനുള്ള സകല വിശുദ്ധന്മാരും സ്വർഗാസ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എത്തുന്നതിന് മുമ്പായി നടക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. രണ്ടാം മുദ്രകളുണ്ട്. അതേക്കുറിച്ച് ദീർഘമായി പഠിക്കണം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.